എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി. പഠിക്കാം. എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി. ചിന്തിക്കുകയിൽ വെറും ഏഴ ഞാനല്ലോ. ചിന്തിക്കുകയിൽ വെറും ഏഴ ഞാനല്ലോ. ഒന്നും എനിക്കിനി വേണ്ട ഈ പാരിൽ. ഒന്നും എനിക്കിനി വേണ്ട ഈ പാരിൽ. നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാൻ. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. പടമോ. കൃപയേ 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 കൃപയേ. ദൂരത്തിരുന്ന ഈ ദ്രോഹിയ എന്നെ. ദൂരത്തിരുന്ന ഈ ദ്രോഹിയ എന്നെ. ചാരത്തണ ചിടുവാൻ ഏറ്റു കഷ്ടം. ചാരത്തണ ചിടുവാൻ ഏറ്റു കഷ്ടം. കാരുണ്യ നായകൻ കാൽവരി ക്രൂശിൽ. കാരുണ്യ നായകൻ കാൽവരി ക്രൂശിൽ. കാട്ടിയതാ അൻപിതോ അൻപിതോ അൻപിതോ. കാട്ടിയതാ അൻപിതോ അൻപിതോ അൻപിതോ. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാൻ. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി. എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി. പഠിക്കാം. എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി. എന്തു ഞാനേകിടും നിന്നുടെ പേർ. പറഞ്ഞ അവനോട് കമാണ്. എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി. ചിന്തിക്കുകയിൽ ചിന്തിക്കുകയിൽ വെറും ഏഴ ഞാനല്ലോ. ചിന്തിക്കുകയിൽ വെറും ഏഴ ഞാനല്ലോ. ഒന്നും എനിക്കിനി വേണ്ട ഈ പാരിൽ. ഒന്നും എനിക്കിനി വേണ്ട ഈ പാരിൽ. നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. നിന്നെ മാത്രം സേവിക്കും. പാട്. സേവിക്കും സേവിക്കും. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാൻ. ആശ്ചര്യമേതു ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. Clap your hands. കൃപയേ 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 കൃപയേ.
ഹല്ലേലൂയ. ഇത് കൃപയാണെന്ന് എത്ര പേർ വിശ്വസിക്കും? കത്തണ്ടദാസൻ പാസ്റ്റർ ഷിബു പിന്മഴ ഇന്ന് രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പം ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പം ചങ്ക് തകർന്നു പോയി, കണ്ണ് നിറഞ്ഞു പോയി. ഇത് മൊത്തം കൃപയാണ്. ആർക്കായി കൃപ തോന്നാതിരുന്നു? നമ്മൾക്ക് തമ്മിൽ ആർക്കും അറിവില്ലെന്നേ ഉള്ളൂ. ഇൻഡിവിഡുവലായി ദൈവം നമ്മെ നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ, ദൈവം കൊണ്ടുവന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ അലറി വിളിച്ചു പറഞ്ഞേ പറ്റൂ, ഇത് കൃപയാണ്. 10 ഋതംപാട് വെച്ചും 50 കീബോർഡ് വെച്ച് പാടിയാലും ഇത് കൃപയാണ്. എന്താണ് ആമേൻ പറയാത്തത്? പറ ആമേൻ. ചേർന്ന് പറ കൃപ. കൃപയേ കൃപയേ പഠിക്കേ. കൃപയേ ഹല്ലേലൂയ. ഇത് മുഴുവൻ എന്താണ്? ആ കൃപ നമ്മോട് തോന്നിയില്ലായിരുന്നെങ്കിൽ. പാസ്റ്റർ ഇന്ന് രാവിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ഒത്തിരി സന്തോഷം തോന്നി. ഒരിക്കലും ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചതല്ല. ഇങ്ങനെയൊക്കെ ആയി. ഇതൊക്കെ പറയാനുള്ളൂ. ഇവിടം വരെയൊക്കെ ആയി. ഒത്തിരി നേരം ചിരിക്കാൻ സമയം കിട്ടില്ല, ഒത്തിരി കരയാൻ തോന്നും. വിഷമിച്ചല്ല, സന്തോഷിച്ച്. തിരിഞ്ഞു നോക്കിയിട്ട് എങ്ങനെ ഇവിടം വരെ വന്നു എന്ന് ചോദിച്ചാൽ ഒറ്റയൊരു വേടേ പറയാനുള്ളൂ, കൃപയാണ്. കമോൺ, അടുത്തിരിക്കുന്നതൊക്കെ കൈകൊടുത്ത് പറ, കൃപയാണ്. കൃപയാണ് പറയുന്നേ, ഇത് കൃപയാണ്. ഇത് മുഴുവൻ കൃപയാണ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ടയം നാട്ടം ഗവൺമെൻറ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. പ്രീ ഡിഗ്രിക്ക് പഠനമെല്ലാം കഴിഞ്ഞ് ST അടിച്ചാണല്ലോ പോകുന്നത്. ബസ്സിന് പോകുമ്പോൾ കോട്ടയം കഴിഞ്ഞ് കുമരകത്തേക്കുള്ള വഴിയിൽ റോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് താഴത്തങ്ങാടി എന്ന് പറയുന്ന ആറ്, താഴത്തങ്ങാടി സ്ഥലം 6. ആ ആറ്റിലാണ് പപ്പ മുങ്ങി മണൽ വരുന്നത്. 2-3 ആൾ താഴെ എന്ത് ചെയ്യും? അപ്പോൾ വള്ളം ഇങ്ങനെ കെട്ടി ഇട്ട് പൊങ്ങി മണ്ണ് വരുമ്പോൾ കൂടെ നമ്മുടെ സ്റ്റുഡൻസ്, കൂടെ പഠിക്കുന്ന പിള്ളേർ പറയും, ആണ്ടടാ മുങ്ങുന്നട, ആണ്ടടാ പൊങ്ങുന്നട. ഇത് പറയുമ്പോൾ നമ്മുടെ അകം ഇങ്ങനെ ഒന്ന് തകരും. കാര്യം രാത്രിയിലെ ഭക്ഷണത്തിനുള്ളതിന് വേണ്ടിയാണ് അപ്പൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, മുങ്ങുന്നത്. തിരിച്ചവിടെ വണ്ടിക്ക് ഇറങ്ങി നടന്നങ്ങോട്ട് ചെല്ലുമ്പം 8ഉം 10ഉം കറ്റയും കെട്ടിക്കൊണ്ട് അമ്മ ഇങ്ങനെ എന്ത് ചെയ്യും, നടന്നു പോകും. ഇത് കണ്ടോണ്ടാണ് നമ്മൾ ആ ഓലപ്പുരയ്ക്കകത്തോട്ട് എന്ത് ചെയ്യുന്നത്. ഞങ്ങളെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ ആക്കിയത് കൃപയല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇത് കൃപയാണ്. യെസ് ഓർ നോ? ചേർന്ന് പറഞ്ഞ ഇത് കൃപയാണ്. കൃപയാണ്. കൃപയേ 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 കൃപ. ഇവിടെ നമുക്ക് അവന് എന്തു കൊടുത്താൽ അവൻ്റെ മനസ്സിൽ ഒരല്പം ആശ്വാസം വരുമെന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, എന്നെ കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. എൻ്റെ മോഹങ്ങൾ ത്യജിക്കുക, എൻ്റെ ആഗ്രഹങ്ങൾ വർജിക്കുക, എൻ്റെ ഇഷ്ടങ്ങളെല്ലാം അവൻ്റെ മുമ്പിൽ ഹനിക്കുക. എന്നിട്ട് എന്നെ മൊത്തമായി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറ, വേറൊന്നും തരാനില്ല, എന്നെ മാത്രമേ നിനക്ക് തരാൻ. എന്തു ഞാനേ കീടും നിന്നുടെ പേർക്കായി. പഠിക്കാം. എന്തു ഞാനേ കീടും നിന്നുടെ പേർക്കായി. ചിന്തിക്കുകിൽ വെറും ചിന്തിക്കുകിൽ വെറും ഞാനല്ലോ. പഠിക്കേ. എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി. എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി. ചിന്തിക്കുകിൽ വെറും ഞാനല്ലോ. ചിന്തിക്കുകിൽ വെറും ഞാനല്ലോ. എനിക്കിനി വേണ്ട ഈ പാരിൽ ഒന്നും, എനിക്കിനി വേണ്ട ഈ പാരിൽ. നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയേ 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 കൃപയേ. പഠിക്കേ. കൃപയേ 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 കൃപയേ. ആശ്ചര്യമേ ഇതു ആരാ വർണ്ണിച്ചിടാൻ. ആശ്ചര്യമേ ഇതു ആരാ വർണ്ണിച്ചിടാൻ. കൃപയേ കൃപയേ
കൃപയേ കൃപയേ കൃപയേ കൃപയേ കൃപയേ കൃപയേ. അതിന് വേറെ വരിയില്ലേ? കാൽകരങ്ങൾ ഇരുമ്പാണികളാലെ, യെസ് ലോർഡ്, കാൽകരങ്ങൾ ഇരുമ്പാണികളാലെ ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ, ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ, തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ. എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു, എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു. ആശ്ചര്യമേ ഇത് ആരാ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേ ഇത് ആരാ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. ഇനിയുണ്ട് അതിനൊരു വരി, അല്ലാതെ വേറൊരു വരിയും കൂടിയുണ്ട്. ഷുപ്പാസ് പറയണത്, ഷുപ്പാസിനോട് പറഞ്ഞു ഞാൻ പാടുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വൈഫ് ഇങ്ങനെ എന്നോട് പറയുന്നത്, ഒറ്റയ്ക്ക് പാടുമെന്ന് ഷുപ്പാസ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് തന്നെ എൻ്റെ വൈഫും ചെയ്യുന്നത്, ആരും കേൾക്കുക എന്ത് ചെയ്യല, ഞാൻ ഇടയ്ക്ക് വേണ്ടി പാട്ട് പറഞ്ഞിടി എന്ന് പറയും. ഹല്ലേലൂയ. നല്ലൊരു വരി എൻ്റെ അകത്തുണ്ട്. കാട്ടിയതാ അൻപിതോ അൻപിതോ അൻപിതോ. എൻ്റെ സ്റ്റാൻസ് ഓർമ്മയില്ല ആണോ? യെസ് ലോർഡ്. ഓർപ്പിച്ചിരുന്ന കർത്താവിനെ സ്തോത്രം. എല്ലാം കൃപയാന്ന് പറഞ്ഞ ദൈവമക്കൾ പറ, എല്ലാം കൃപയാന്ന് പറഞ്ഞു. കര ഉയർത്തി പറ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ 20 വർഷത്തെ അനുഭവങ്ങൾ മെല്ലെ അങ്ങോട്ട് തുറക്കാൻ തുടങ്ങിയാൽ ഇന്നലെ ഞാൻ പറഞ്ഞ സബ്ജക്റ്റ് അടയ്ക്കേണ്ടതായി വരും. എന്നിട്ട് ശിവപാസനോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ ഇടയ്ക്കിടയ്ക്ക് ചില എക്സ്പീരിയൻസസ് പറയണം. കാരണം ഇപ്പോൾ പറയണമെന്ന് പാസ്റ്റർ പറഞ്ഞ കാര്യം ഇതാണ്, ഇപ്പോൾ ദൈവം നമ്മളെ മാനിച്ചു, അതുകൊണ്ട് പറയണം. റൈറ്റ്? അതുകൊണ്ട് പറയണം. അങ്ങനെ പറഞ്ഞാലുള്ള ഗുണം, ദൈവം വേലയ്ക്ക് വിളിച്ചവർ ഇല്ലെങ്കിൽ കർത്തൃനാമത്തിന് വേണ്ടി വിളിച്ചവർ എവിടെയെങ്കിലും ഒരാൾ സ്ട്രഗിൾ ചെയ്തോ മുറിവേറ്റോ ഇരിക്കുന്നുണ്ടെങ്കിൽ ശുപാസിൻ്റെ ഭാഷയിൽ ആ വ്യക്തി സിംഹഗർജനം പോലെ എഴുന്നേൽക്കും. ശുപാസ് ഇത്തവണ വിദേശത്ത് പോയ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ എൻ്റെ വൈഫിൻ്റെ ഒരു ടെസ്റ്റ് മണി കേട്ടു. എൻ്റെ ഒരു മെസ്സേജിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ പാസ്റ്റർ കേട്ടു. പാസ്റ്റർക്ക് ഒത്തിരി സന്തോഷമായത്. ആ സന്തോഷമായതുകൊണ്ട് പറഞ്ഞതേ എനിക്ക് ഒത്തിരി ഹാപ്പിയായി. കാരണം ഈ ഒരു സാക്ഷിയാണ് ഒരു സാക്ഷ്യമാണ് മറ്റൊരു സാക്ഷിയെ ഉളവാക്കി പുറത്തെടുക്കുന്നത്. യെസ് ഓർ നോ? ഹല്ലേലൂയ. ഞാൻ 8 മാസം പ്രാർത്ഥിച്ചു മഹാരാഷ്ട്രയിൽ ഇരുന്നുകൊണ്ട്, കർത്താവേ എൻ്റെ വൈഫിൻ്റെ ഡെലിവറി മഹാരാഷ്ട്രയിൽ നടത്താൻ യാതൊരു ചാൻസും ഇല്ല, അതുകൊണ്ട് എനിക്ക് വഴി തുറക്കണം. എങ്ങോട്ടാ? കേരളത്തിലേക്ക് പോകാൻ. അവിടെ ഒരു ഗ്രാമത്തിൽ, കമ്പാൽപ്പാട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ വേലയായിരുന്നു ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തത്. ഞങ്ങളുടെ ഡിസംബർ 27 ഞങ്ങളുടെ വിവാഹം 2001. 27 ഞങ്ങളുടെ വിവാഹം. അന്ന് രാത്രി എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ, 2ാമത്തെ രാത്രി എൻ്റെ വീട്ടിൽ, 3ാമത്തെ രാത്രി ഞങ്ങൾ മംഗള എക്സ്പ്രസ്സിലാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും വിരുന്നുണ്ണാനാന്നും പറഞ്ഞ് വേല വിട്ടിരിക്കരുത് എന്നൊരു നിർബന്ധമുണ്ട്. ആ നിർബന്ധത്തിലാണ് ഇന്ന് ഞാൻ. ഒരു സെക്കൻഡ് പോലും വേല വിട്ട് മാറാൻ ഞാൻ തയ്യാറല്ല. പനിയാണെന്നും തലവേദനയാണെന്നും പപ്പയ്ക്ക് വയ്യെന്നും മമ്മിക്ക് തൊണ്ടവേദനയാണെന്നും അമ്മാച്ചൻ്റെ മോൻ്റെ മാമോദീസായാണെന്നും അനന്തരവൻ്റെ വീട്ടിൽ കയറി താമസമാണെന്നും പറഞ്ഞ് പല വേലക്കാർ വേല വിട്ട് തിരിച്ചു വന്ന് 1.5 മാസം കഴിഞ്ഞ് വേലയിലോട്ട് പോകുന്ന ഒത്തിരി അച്ചാച്ചന്മാരുണ്ട്. അവർക്കൊക്കെ ഈ ജീവിതം വെല്ലുവിളിയായി മാറണമെന്ന് ഒരാഗ്രഹം ശേഷിക്കുന്നുണ്ട്. ഒന്നുകിൽ നീ അപ്പൻ്റെ മുമ്പിൽ, ഇല്ലെങ്കിൽ വേലയിൽ. ഈ 2ഇടത്തെ ഒരു മിനിസ്റ്ററെ കാണാൻ പറ്റൂ. മാമോദീസായ അയൽവാസിയുടെ കയറിത്താമസാന്നും പറഞ്ഞ് വേല വിട്ടുപോകുന്ന ഒരുത്തനും സുവിശേഷത്തിൻ്റെ അഭിഷേകം ചുമക്കാൻ പറ്റില്ല. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചത് വടവാതൂരാണ്. എൻ്റെ വീടുമായിട്ട് ഏതാണ്ട് വടവാതൂർ കുമരകം
1 മണിക്കൂർ യാത്രയില്ല, 1 മണിക്കൂർ യാത്രയില്ല. എൻ്റെ കൂടെ പഠിക്കുന്ന സഹോദരന്മാർ കണ്ണൂരുകാരുണ്ട്, നെയ്യാറ്റിൻകരക്കാരുണ്ട്, കാസർഗോഡുകാരുണ്ട്, തിരുവനന്തപുരംകാർ ഇഷ്ടം പോലെ. വെള്ളിയാഴ്ച ഉച്ചയാകാൻ കാത്തിരിക്കും വീട്ടിലേക്ക് പലായനം ചെയ്യാൻ. പിന്നെ തിങ്കളാഴ്ച വന്നാൽ മതി. കാര്യം വെള്ളി, ശനി, ഞായർ അവിടെ താമസിക്കുന്ന താമസം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ജോലി ചെയ്യണം, കഷ്ടപ്പെടണം, അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടി ഡിസിപ്ലിൻ എന്താണെന്ന് പഠിക്കേണ്ടതായി വരും. കണ്ണൂരുകാരൻ വരെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പലായനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 3/4 മണിക്കൂർ വേണ്ട വീട്ടിലെത്താൻ. 2 വർഷം വീട് കാണാത്തവനാണ് ഞാൻ. എന്നാ കാര്യം? വിളിച്ച വേല തികയ്ക്കണം. സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. വിളിച്ച വേല തികയ്ക്കണം. ഞാനും നിങ്ങളും വയലിൽ കിളയ്ക്കുന്നവരാണ്. സുവിശേഷത്തിൻ്റെ വയലിൽ ഒത്തിരി കയ്യന്മാർ, ഹാബേൽമാരുടെ രക്തം വീഴിക്കുമ്പോൾ ഈ വയലിൽ സ്വന്തം രക്തം സുവിശേഷത്തിന് വേണ്ടി വിത്താക്കാൻ വിളിക്കപ്പെട്ട നമുക്ക് രക്തം കൊടുക്കാൻ പറ്റിയില്ലേലും 10 തുള്ളി വിയർപ്പെങ്കിലും ഒഴുക്കാൻ പറ്റിയാൽ അതിനപ്പുറത്തൊരു പദവി ഉലകത്തിലില്ലെന്ന് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 8 മാസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ 2 ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാനുള്ള പണം സ്വർഗസ്ഥനാകുന്ന ദൈവം വെച്ച് നീട്ടി. സന്തോഷത്തോടെ ടിക്കറ്റ് എടുക്കുമ്പോൾ 1 മാസം പട്ടിണിയാണ് വീട്. ഞാൻ ദൈവത്തോട് പറയും, എനിക്ക് കഴിക്കണമെന്ന് നിർബന്ധമില്ല, എന്നാലും 8 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ഉദവി അപ്പാ നിൻ്റെ കയ്യിലില്ലേ എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ട്. പക്ഷേ അവൾ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എൻ്റെ തലയെ വെച്ച് കെട്ടിയെന്ന് മുഖഭാവത്ത് പോലും അവൾ കാണിച്ചിട്ടില്ല. കാര്യം വിളിച്ചത് ഭർത്താവല്ല, കർത്താവത്രേ. അതുകൊണ്ട് വേലയിൽ പ്രയോജനപ്പെടുന്നവർ ലീഡേഴ്സിനോട് സപ്പോർട്ട് വാങ്ങി നിൽക്കരുത്. അവരോട് പറയണം, ആ സപ്പോർട്ട് മറ്റൊരാൾക്ക് കൊടുക്ക്. ഞാൻ നിങ്ങളുടെ ഒപ്പം നിന്നോളാം. എന്നെ വിളിച്ചത് നിങ്ങളല്ല, ദൈവമാണ്. മനസ്സിലാക്കണം. ഈ കൈ കൊണ്ട് ഇന്ന് വരെ ഒരു സപ്പോർട്ട് വാങ്ങിക്കാത്തവനാണ് ഞാൻ. അതുകൊണ്ട് ഇന്ന് ഒത്തിരി പേർക്ക് കൊടുക്കാൻ ദൈവം എന്നെ നിറച്ചത് കൊണ്ട് ഞാൻ പറയുക, ഇങ്ങനെ ഉണ്മയുള്ളൊരു ദൈവം ഉലകത്തിൽ അവനല്ലാതെ വേറെ ആരുമല്ല. ആ ട്രെയിൻ യാത്രയിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ യാത്ര ചെയ്തവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ്. യാത്ര ചെയ്തവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് പോവുമല്ല, നിർബന്ധിക്കപ്പെട്ടതുകൊണ്ട് അനുഭവം തള്ളിക്കയറ്റുക ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലോട്ട്. റൈറ്റ്? പ്രൈസ് ദി ലോർഡ്. കയറിയ സമയത്ത് നിറവേറോടിരിക്കുന്ന ഭാര്യ, ഇരിക്കാൻ സീറ്റില്ല. ഉടനെ ഇരിക്കുന്ന ആൾക്കാർ ഹൃദയമുള്ളവരായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ ഈ ഹോൾ നൈറ്റൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, നിങ്ങൾ മനുഷ്യനാണോടോ? പ്രൈസ് ഗോഡ്. ഇവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാൻ എനിക്കുണ്ട്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷെ ഇവർക്ക് പറയാൻ പറ്റില്ല. സ്വന്തം മനസ്സിനോടെ നമുക്ക് പറയാൻ പറ്റും, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. വന്നു 2 ആഴ്ചക്കുള്ളിൽ ഡെലിവറിയുടെ ക്രമീകരണങ്ങൾ നടക്കണം. ഒരു കോട്ടയത്തെ ഒരു ജില്ലാ ഹോസ്പിറ്റലിൽ വേണം അവളെ അഡ്മിറ്റ് ചെയ്യാൻ. വരുന്ന വഴിയാണ് ഇവൾ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, എനിക്ക് വിശപ്പ് ഇനി സഹിക്കാൻ പറ്റുകയില്ല. നമ്മുടെ അമ്മച്ചിമാർ പറയും, ഒരു ഗർഭിണിയായ സഹോദരി 2 പേരുടെ ആഹാരം കഴിക്കണം. 2 പേരുടെ പോയിട്ട് മാസത്തിൽ 1 നേരം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം കർത്താവേ എന്ന് പറഞ്ഞ് വേല ചെയ്തവനാണ് ഞാൻ. പ്രൈസ് ഗോഡ്. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര അടുത്തിരുത്തി പറയുന്നറിയാമോ? പെട്ടെന്ന് കയറാൻ വേണ്ടി അകത്തോട്ട്. എന്നേക്കാൾ ശക്തമായി ദൈവത്തിന് ഉപയോഗിപ്പാൻ വിളിയുള്ളവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ശക്തമായി ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ കോളിംഗ് ഉള്ളവർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. അനുഭവം കൊണ്ട് നിങ്ങൾ തകർന്നു പോകരുത്. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. അവൾ എന്നോട് വിശക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ആ ഡോറിങ്കിൽ പോയി കൈക്ക് പിടിച്ച് ആ ഡോറിങ്കിൽ പോയി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇവിടെ നിന്ന് വഴി തുറക്കാനൊന്നും കർത്താവിന് പറ്റത്തില്ല. കാരണം ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് എന്നാ വഴി തുറക്കാൻ? പക്ഷേ ക്ഷീണിക്കാത്തൊരു മനസ്സ് കർത്താവ് തരണം, ശരീരം ക്ഷയിക്കാതെ സൂക്ഷിച്ചോണം. അന്ന് ഞാൻ പച്ചവെള്ളത്തിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചവർക്ക് കൊടുക്കുമായിരുന്നു. പാല് പോലെ അത് പ്രയോജനപ്പെടട്ടെ, വേറെ വഴിയൊന്നുമില്ല. സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. പറ്റുമെങ്കിൽ മനുഷ്യൻ്റെ മുമ്പിൽ കൈ നീട്ടാതിരിക്കാൻ ഒരു വേലക്കാരൻ തയ്യാറാകണം. മനുഷ്യൻ്റെ മുമ്പിൽ യാചിക്കാതിരിക്കാൻ ഒരു വിശ്വാസി തയ്യാറാകണം. കിട്ടുന്നത് വരെ, വാതിൽ തുറക്കുന്നത് വരെ അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പറ്റിയാൽ അതേറ്റവും വലിയ അനുഭവമാണെന്ന് അറിയുന്നവർക്കായി സ്തോത്രം. ഈ സമയത്താണ് പെട്ടെന്ന് ഒരു പൊതി ചോറ് കളയാൻ വേണ്ടി ഒരു മനുഷ്യൻ വരികയാണ്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ച്, എന്തിനാണ് ചോറ് കളയുന്നത്? അദ്ദേഹം പറഞ്ഞത് വളിച്ചു പോയി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു, അതിന് തന്നേര് കളയണ്ട. ഉടനെ അദ്ദേഹം പറഞ്ഞു, അത് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തുറന്ന് കാണിക്കുമ്പോൾ നൂല് പിരിഞ്ഞിരിക്കുന്ന ചോറാണ്, ദുർഗന്ധമുണ്ട്. ഓക്കെ കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, തന്നേര്, ഞാൻ കളഞ്ഞേക്കാം. കാരണം ഞാൻ ഡോറിങ്കിലാണ് നിൽക്കുന്നത്. വാങ്ങി കളയുന്നത് പോലെ കാണിച്ചു, കളഞ്ഞില്ല. കളഞ്ഞു എന്ന് വിചാരിച്ച് അദ്ദേഹം പോയി. അദ്ദേഹം പോയപ്പോൾ തിരികെ വന്ന് എൻ്റെ വൈഫിൻ്റെ മുമ്പിൽ ഞാനത് തുറന്നു വെച്ചു. ആർത്തിയോടെയാണ് അവൾ ആ ഭക്ഷണം കഴിക്കുന്നത്. ഇന്നും അവൾക്കറിയില്ല അതെവിടെ നിന്നാണ് കിട്ടിയത്.
എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഒരു പൊതി ചോറായിരുന്നു അത്. പക്ഷേ ഇന്ന് എത്ര പേർക്ക് ചോറ് കൊടുക്കാൻ ഈ കയ്യെ ദൈവം നിറച്ചെന്നറിയാമോ? നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇത് കൃപയാണെന്നറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് ആ മുറിവിലേക്ക് ദൈവം തൻ്റെ എണ്ണയും വീഞ്ഞും പകരാൻ പോവുക. സ്വന്തം തലമുറയുടെ ഭാവിക്ക് നന്മയില്ലാതെ, അവരെ വിവാഹം കഴിച്ചയക്കാൻ വരുമാനമില്ലാതെ വഴിയടഞ്ഞു നിൽക്കുന്ന ഒരൊറ്റയാളുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, നിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാൻ ഇതുപോലെ കരുത്തനായൊരു ദൈവം അവനല്ലാതെ മറ്റാരുമല്ല. മറ്റു കുഞ്ഞുങ്ങളുടെ ക്രമീകരണങ്ങൾ നിൻ്റെ മനസ്സിലുണ്ട്. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇങ്ങനെ? ചിന്തിച്ച് ഭാരപ്പെടരുത്. എനിക്കറിയാം, എൻ്റെ മോക്ക് പഠിക്കുന്ന സമയത്ത് ഇന്ന് അവൾ 7th നെക്സ്റ്റ് 8th അവൾക്ക് ഫീസ് കൊടുക്കാൻ കയ്യിൽ പണമില്ലാതെ പ്രിൻസിപ്പാൾ ഒരു കത്ത് ഇംഗ്ലീഷിൽ എഴുതി തന്നു. എനിക്കങ്ങനെ വായിച്ചാൽ അത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. എൻ്റെ വൈഫിന് ഒറ്റ നോട്ടത്തിലത് മനസ്സിലായി. അവൾ വിഷമിച്ചും കരഞ്ഞുകൊണ്ട് പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയ എന്നോട് അവൾ തീർത്ത് പറഞ്ഞു, ഇനി കുഞ്ഞിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലെറ്ററിൻ്റെ അകത്ത് പ്രിൻസിപ്പാൾ എഴുതിയിരിക്കുന്നത് ഫീസ് കൊടുക്കുന്നില്ലെങ്കിൽ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ്. പ്രൈസ് ഗോഡ്. പഠിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പ്രിൻസിപ്പാളല്ലേ പറഞ്ഞത്, പക്ഷെ കുഞ്ഞിനെ തന്നത് ദൈവമല്ലേ. പ്രൈസ് ദ ലോർഡ്. അന്ന് രാത്രി ദൈവസന്നിധിയിൽ ഓലയോലം കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ നീ വഴി തുറക്കുന്ന ദൈവമാണ്, കടം പറയാത്തൊരു ദൈവം, ആർക്കും ബാധ്യതയല്ല എന്ന് തെളിയിച്ചൊരു ദൈവം. ഞാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങൾക്ക് ആത്മാവിൽ കൈമാറുന്നു. നിങ്ങൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെപ്പോലെയുള്ള ആളല്ല. യു ആർ എ ഡിഫറെൻറ്റ് പേഴ്സൺ. നീ വ്യത്യസ്തനാണെന്നുള്ള തെളിവാണ് നിൻ്റെ റൂട്ടുകൾ, അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എന്നൊരു ചിന്ത ആരുടെയെങ്കിലും അകത്തുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നീ ആൾ വേറെയാണ്. ആരെന്ത് പറഞ്ഞാലും നീ ആൾ വേറെയാണ്. മറ്റൊരാളെ നടത്തുന്ന പോലെയല്ല നിങ്ങളെ ദൈവം നടത്തുന്നത്. പിറ്റേ ദിവസം അവനൊരു പോസ്റ്റ്മാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സാം, അവനൊരു രജിസ്റ്റർ ഉണ്ട്, ഒന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കണം. വാങ്ങി പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു കത്താണ്. ആ കത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, അബുദാബിയിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ PM ഫിലിപ്പ് എന്ന് പറയുന്നൊരു ദൈവദാസൻ എഴുതിയിരിക്കുന്നൊരു കത്ത്. പാസ്റ്റർ സാം ജോസഫ് അറിയുന്നതിന് സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിൻ്റെ അകത്തൊരു ചെക്ക് വെക്കുന്നുണ്ട്. ഇത് മിനിസ്ട്രിക്കല്ല, ഇത് നിങ്ങൾക്കല്ല, നിങ്ങളുടെ മോൾക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി ദൈവം എന്നോട് പറഞ്ഞതാണ്. ഈ ചെക്ക് മാറി ഫീസ് കൊടുക്കണം. ഷിബു പാസ്റ്ററെ, അബുദാബിയിൽ നിന്നൊരു രജിസ്റ്റർ കേരളത്തിലെത്തണമെങ്കിൽ മിനിമം 10 days. യെസ് ഓർ നോ? മിനിമം 10 days രജിസ്റ്റർ വരണമെങ്കിൽ പ്രിൻസിപ്പാൾ എഴുതുന്നതിന് മുമ്പ് എഴുതിപ്പിച്ചൊരു ദൈവം. എന്താണ് ആമേനെന്ന് പറയാത്തത്? അതുകൊണ്ട് വേലക്കാരാകാൻ ആരും മടിക്കണ്ട. ചാടി ഇറങ്ങിക്കോണം. M.Tech ആണെന്ന് ശരി, B.Tech ആണെന്ന് ശരി, MBBS ആണെന്ന് ശരി, വേലക്കാരാകാൻ ആരും മടിക്കണ്ട. നിന്നെ പോറ്റാൻ ഇത്രയ്ക്കും കരുത്തനായൊരു ദൈവം യേശു അല്ലാതെ വേറെ ആരുമില്ല എന്നറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൃപയേ 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 കൃപയേ. ഞാനിത് പാടുമ്പം കോട്ടയത്തെ ഇറ്റിയാപ്പൻ്റെക്കോസ് ദൈവസഭയുടെ ടാലൻറ്റ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പുറകിൽ മാർക്ക്, കാരണം ജയിക്കുകയില്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ പാടി തീർക്കുമല്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് വിറച്ചാണ് പാടുന്നത്. ഉറച്ച് പാടാനൊക്കെ അപ്പം പഠിപ്പിക്കും, പക്ഷേ അവർ സമ്മാനം തരികയില്ല. കാര്യം അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് അതിൻ്റെ വകുപ്പ്. എത്ര നന്നായി പാടിയാലും അവർ മാർക്ക് തരികയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ പാടും. കൃപയേ 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 കൃപയേ. എന്തു ഞാനേകിടും നിന്നോടെ പേർക്കാൻ, എന്തു ഞാനേകിടും നിന്നോടെ പേർക്കായി. ചിന്തിക്കുകയിൽ വെറും ഏഴ ഞാനല്ലോ, ചിന്തിക്കുകയിൽ വെറും ഏഴ ഞാനല്ലോ. ഒന്നും എനിക്കിനി വേണ്ട ഈ പാരിൽ, ഒന്നും എനിക്കിനി വേണ്ട ഈ പാരിൽ. നിന്നെ മാത്രം സേവിക്കും സേവിക്കും. ചിരിച്ചോണ്ട് പഠിക്കും. ഓ, നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. ആശ്ചര്യമേ ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണി, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ
കൃപയേ കൃപയേ കൃപയേ കൃപയേ കൃപയേ കൃപയേ. ആകാശം ഇടിഞ്ഞ് വീഴുന്നെന്ന് പറഞ്ഞാൽ തലമുറകളെ ചൂതാടാനും അപ്പന്മാർ തയ്യാറായത് യേശുവിൻ്റെ നാമത്തെ പ്രതിയാണ്. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? ചില രാത്രികളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് ഞാൻ തോളിലിട്ട് ഞാൻ സ്തോത്രം ചെയ്ത് പാടി നടക്കാറുണ്ട്. കാര്യം പകലവരെ ഒന്ന് താലോലിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഉള്ളത് രാത്രിയാണ്. ആ സമയത്ത് ഉറങ്ങും. അവർ ഉറക്കിക്കിടത്തിയിട്ട് അവരുണരുന്നതിന് മുമ്പേ വചനം എടുത്ത് പുറത്തു പോകും. അന്നും അങ്ങനെ ഞാൻ, ഇന്നും അങ്ങനെ ഞാൻ, എന്നും അങ്ങനെ ആയിരിക്കും. ഈ മനസ്സിൽ പാരമ്പര്യം കയറാൻ എൻ്റെ അപ്പൻ അനുവദിക്കില്ല. കയറുമെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടുന്ന് ടാറ്റ പറഞ്ഞിരിക്കും. കാര്യം ഇങ്ങോട്ട് തന്നവന് താലന്ത് തിരിച്ചു കൊടുക്കുന്നത് വരെ വിശ്വസ്തമായി നിൽക്കാൻ ഇത് മനുഷ്യനും തമ്മിലുള്ള എഗ്രിമെൻ്റ് അല്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് കൈമാറിയ യേശുവിനോടുള്ള കമ്മിറ്റ്മെൻറ്റാ. നിൻ്റെ സംഘടനയുടെ ലീഡറല്ല നിന്നെ വിളിച്ച്, നിന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ അല്ല നിന്നെ വിളിച്ച്, നിനക്ക് ദശാംശം തന്ന വിശ്വാസിയല്ല നിന്നെ വിളിച്ച്, ഇന്നലെ നിൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം തന്ന വ്യക്തിയല്ല നിന്നെ വിളിച്ചത് ഉയരോടിരിക്കുന്ന നസറായനായ യേശുവാണ്. നിന്നെ വഴിയിൽ അവൻ കൈവെടിയില്ല, നിനക്കാശ്രയം ഇല്ലാതാവില്ല. വിളിച്ചവൻ എന്നും വിശ്വസ്തൻ, അന്ത്യത്തോളം കാക്കുമവൻ. നിന്നെ വഴിയിൽ അവൻ കൈവെടിയില്ല, നിനക്കാശ്രയം. പാടുന്നേ. നിന്നെ വഴിയിൽ അവൻ കൈവെടിയില്ല, നിനക്കാശ്രയം ഇല്ലാതാവില്ല. വിളിച്ചവൻ എന്നും വിശ്വസ്തൻ, അന്ത്യത്തോളം കാക്കുമവൻ. നിന്നെ വഴിയിൽ അവൻ കൈവെടിയില്ല, നിനക്കാശ്രയം ഇല്ലാതാവില്ല. നിന്നെ വഴിയിൽ അവൻ കൈവെടിയില്ല, നിനക്കാശ്രയം ഇല്ലാതാവില്ല. ഹല്ലേലൂയ. ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതേ, എൻ പ്രാണനാഥൻ പോയതായ പാദമതേ. ചില സമയത്തൊക്കെ ഈ ദുഃഖവും ഭാരമൊക്കെ ഇങ്ങനെ കൂടി വരുമ്പം നമ്മൾ പലരും മനസ്സുകൊണ്ട് ചിന്തിക്കും, കർത്താവേ ഒന്നുകിൽ നീ വായില്ലേ, ഇവിടെ നിന്ന് ഞങ്ങളെ എങ്ങനെ എടുക്കും. മനസ്സുകൊണ്ട് നമ്മൾ ആരും ഏലിയാവിനേക്കാൾ വലിയവരൊന്നും അല്ലല്ലോ. ആ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടാറ്റ പറയുക നല്ലത്. കാര്യം ഈ ജന്മം ഒറ്റ ആഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ സഫലീകൃതമാകുന്ന ക്രമീകരണങ്ങളിൽ വരുന്ന മുൾക്കൊളുത്തുകളിൽ പലപ്പോഴും ടാറ്റ പറഞ്ഞേക്കാമെന്നുള്ള മേഖലകൾ വരുമ്പോൾ അറിയാതെ പാടിപ്പോകും. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കൺകൾ മങ്ങിയിടുന്നേ. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കൺകൾ മങ്ങിയിടുന്നേ. എന്താ അങ്ങനെ ആ ട്യൂണി പാടിയെന്നറിയാം? മറ്റേ ട്യൂണി പാടിയാൽ ഞാൻ കരഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്തേ. അവൻ സ്നേഹിച്ചു പോയാൽ ചങ്ക് തുറന്ന് സ്നേഹിക്കുന്ന ഒരേ ഒരു സ്നേഹം, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാളില്ലെന്ന് അനുഭവം കൊണ്ട് അറിയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അല്ല കുറയാതെ അൻപ്, രുസിക്ക തെവിട്ടാതെ അൻപ്, സൊല്ല മുടിയാതെ അൻപ്, എൻ യേശുവിൻ ഇണയില്ലാതെ അൻപ്. താങ്ക് ഗോഡ്. വിൽസൺ പാസ്റ്റർക്കായി സ്തോത്രം. കരമടിച്ച് കർത്താവിൻ്റെ ദാസനായി നന്ദി പറഞ്ഞാൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. 3.5 വർഷമായി ഒരു വഴിയും തുറക്കാതിരുന്നപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്കിവിടുന്ന് പോകാം, വേറെ വഴിയില്ല. കാര്യം ദൈവം സാമച്ചൻ പാസ്റ്റർ കൂടി ദൂത് പറഞ്ഞതാണെങ്കിലും ഈ 3.5 വർഷം ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഭക്ഷണമില്ലാതെ നടന്നുപോയി. ഞാൻ വഴിയിൽ തലകറങ്ങി വീണ സമയമുണ്ട്. ബോധം കെട്ടവനായി എന്നെ എടുത്ത് കിടത്തിയ കടകളുണ്ട് പാമ്പാടിയിൽ. ആ കടയിലൊക്കെ ഇപ്പം സ്നാനപ്പെട്ടവരുണ്ട് കേട്ടോ, സ്നാനപ്പെട്ടവരുണ്ട്.
ഭക്ഷണം കഴിക്കാതെ വന്ന സമയങ്ങളിലൊക്കെ BP ഹൈ ആയി വന്ന സമയമുണ്ട്, ചിലപ്പോൾ ലോ ആയി പോയ സമയങ്ങളുണ്ട്. അവിടെയൊക്കെ നടന്നു പോകുന്ന വഴി ബോധം കെട്ട് വീണ സമയമുണ്ട്. പക്ഷേ ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് ഇന്ന് വരെ വെച്ചിട്ടില്ല എന്ന് അനുഭവം കൊണ്ട് പറയുമ്പോൾ വിറ്റ്നസ് നിങ്ങളല്ല, അയച്ച ദൈവമാണ്. അതുകൊണ്ട് അഭിഷിക്തന്മാരോട് പറയുന്നു, നിങ്ങളുടെ ഓഡിയൻസ് മുമ്പിലിരിക്കുന്ന ജനമല്ല, അയച്ച ദൈവമാണ് നിങ്ങളുടെ ഓഡിയൻസ്. അതിനെ മാത്രം ബേസ് ചെയ്ത് ജീവിച്ചാൽ ഈ തലമുറയിൽ ഒരു അഭിഷേകം നിങ്ങൾ മുഖാന്തരം ചലിക്കും. ഞാൻ വിശ്വസിച്ച് കൈമാറുന്നു. ഞാൻ പോകാൻ തയ്യാറായി, എല്ലാം പാക്ക് ചെയ്തു. അത്യാവശ്യം 1-2 ദിവസങ്ങളിലേക്ക് കാപ്പിയും ചോറും ഒക്കെ ഉണ്ടാക്കാനുള്ള കലങ്ങൾ മാത്രം പാക്ക് ചെയ്തില്ല, ബാക്കിയെല്ലാം പാമ്പാടിയിൽ പാക്ക് ചെയ്തു പോകാൻ വേണ്ടി 1-2 സ്ഥലത്ത് ചെന്ന് വീടന്വേഷിക്കാം. കോഴഞ്ചേരി, മാരാമൺ. സ്നേഹിക്കുന്ന ദൈവദാസന്മാർ പറഞ്ഞു, വേണ്ട, ഇനി അവിടെ ഞെരുങ്ങുണ്ട, പോര്. സ്നേഹിക്കുന്ന ദൈവദാസന്മാർ. അന്ന് രാത്രി പാസ്റ്റർ സാമച്ചൻ്റെ കോൾ, സാം പാസ്റ്ററെ എന്തുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, അച്ഛാ സന്തോഷമായിരിക്കുന്നു. നോ, സന്തോഷമല്ല. ദൈവം പറയുന്നു, ഇന്നേക്ക് 7 ദിവസത്തിനകം ഞാൻ നിനക്ക് വഴി തുറക്കും. അതേ ദൂത് ഒന്നുകൂടെ 2 കടമുറികൾ ചേർത്ത് പണിതൊരു ഹോള് നിനക്ക് ഞാൻ തരും. അതൊരു സിമെൻറ്റ് ഗോഡൗണാണ്, അതൊരു ബിസിനസ്സുകാരൻ്റെയാണ്. നീ അവിടെ ആരാധന തുടങ്ങും. നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, കട്ടിലുൾപ്പെടെ നീ എല്ലാം കെട്ടിവെച്ചിരിക്കുകയല്ലേ, പാക്ക് ചെയ്തിരിക്കുകയല്ലേ, ഇപ്പം നീ അതഴിക്കണം. കരഞ്ഞുകൊണ്ടാണ് ആ കെട്ടഴിക്കുന്നത്, കരഞ്ഞുകൊണ്ട്. അദ്ദേഹം പുനലൂരിലിരിക്കുന്നു, ഞാൻ പാമ്പാടിയിലിരിക്കുന്നു. എന്താ ഈ ബന്ധത്തിൻ്റെ ആഴം ഇപ്പം മനസ്സിലായോ? ഈ ബന്ധത്തിൻ്റെ ആഴമാണ് ഞാൻ ഈ പറഞ്ഞു. ഇങ്ങനൊരു ബന്ധം വരാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. എത്ര പേർക്ക് ആമേനെന്ന് പറയാൻ കഴിയും? പ്രൈസ് ഗോഡ്. കെട്ടഴിച്ചു. അന്ന് രാത്രി വീട്ടിലെ ഒരു ലാമ്പുണ്ട്, ഈ എമർജൻസി ലാമ്പ്, അത് കേടായിപ്പോയി. പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോയി ഒരു കടയിൽ നന്നാക്കാൻ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ അദ്ദേഹം മുഖത്ത് നോക്കി ചോദിച്ചു, പാസ്റ്ററാണോ? പറഞ്ഞു യെസ്. ഉടനെ പുള്ളി എഴുന്നേറ്റിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ഗോഡ്. എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഇപ്പം ചെയ്യുന്ന കാര്യം ഇതാണ്. പുള്ളി ചാടി പുറത്തിറങ്ങി കടയുടെ ഷട്ടർ വലിച്ച് പകുതിയാക്കി വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാ? നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരാൾ പാമ്പാടിയിലുണ്ട്. നേരെ അവിടെ കൊണ്ട് ആ വീട്ടിൽ കയറ്റിയിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, ഇതൊരു അഭിഷിക്തനാണ്. ഇദ്ദേഹത്തിൻ്റെ വായിലെ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങളുമായി പരിചയപ്പെട്ടാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി. ഏൽപ്പിക്കുന്നു, ഞാൻ പോവാം. കാരണം അദ്ദേഹം പറഞ്ഞു, പോകരുത്, കാരണം എന്നെ ആദ്യം കാണുകയല്ലേ. ഒത്തിരി ആൾക്കാർ അവിടെ 100 രൂപ വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുന്ന ഉപദേശിമാരുണ്ട്. ആ ഗണത്തിൽപ്പെട്ട ഏതോ ഒരെണ്ണമാണ് ഇപ്പം വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞുടനെ പുള്ളി പറയുക, പാസ്റ്ററെ, എനിക്കൊരു ഹോള് ചുമ്മാ കിടപ്പുണ്ട്. അത് സിമെൻറ്റ് ഗോഡൗണായിരുന്നു, 2 മുറിയായിരുന്നു ആദ്യം. ഇപ്പം അത് ഒന്നാക്കിയിരിക്കുക. വലിയ മനോഹാരിതയൊന്നുമില്ല, വാടകയൊന്നും തരണ്ട, ഒരാരാധന തുടങ്ങ്, വെറുതെ കിടക്കുമല്ലേ. ആ കൈയടിക്കൊരു ആത്മാർത്ഥത ഇല്ലാതായി പോയല്ലോ, ആർക്കാണ്ടും വേണ്ടി അടിച്ച പോലെ ആയിപ്പോയല്ലോ. ആ ഗോഡൗണിൻ്റെ അകത്ത് കയറുമ്പോൾ സാമച്ചൻ പാസ്റ്ററിൻ്റെ ദൂത് ഓർമ്മ വന്നു. 2 കടമുറി ചേർത്ത് പണിതതുപോലെ ഒരു ഗോഡൗൺ ഞാൻ നിനക്ക് തരും, നീ അതിൻ്റെ അകത്ത് ആരാധന നടക്കും. വാടക പുള്ളി മേടിച്ചില്ല കേട്ടോ, പക്ഷെ വാടക പുള്ളി ഇങ്ങോട്ട് തരാൻ തുടങ്ങി. എത്ര മാസം വാടക തന്നറിയാമോ? ഇത്ര നല്ലവനാകുന്നൊരു ദൈവം, ഇത്ര സ്നേഹനിധിയാകുന്നൊരു ദൈവം. ആ ദൈവത്തെ എങ്ങനെ പാടാതിരിക്കും? ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് കൂടെ അങ്ങോട്ട് അടുത്ത് അവൻ്റെ അടുക്കിലേക്ക് ഇരുന്ന് ഐ ലവ് യു എന്ന് പറയാൻ തോന്നും അവനോട്. അത്ര സ്നേഹമുള്ളൊരു ദൈവം. കമൺ, കരം ഉയർത്തി പറ, ഐ ലവ് യു ജീസസ്. അങ്ങനെങ്കിൽ ഗ്ലോറിയ മിഷന് വേണ്ടി എവിടെ സഭ തുടങ്ങും? വഴി തുറന്നിരിക്കുകയാണ്. തുറക്കാൻ പോവാന്ന് പ്രവചിക്കേണ്ട, തുറന്നിരിക്കുകയാണ്. വഴി അടയ്ക്കുന്നവനല്ല നിന്നെ വിളിച്ചത്, വഴി പറയുന്നേ തുറക്കുന്നവനാണ് നിന്നെ വിളിച്ചത്. അവിടെ ആരാധന തുടങ്ങി. എത്ര അന്തസ്സോടെ, എത്ര അഭിമാനത്തോടെയാണെന്നറിയാം. ഈ നവംബർ വരെ 5 വർഷമാകുന്നു. ഈ നവംബർ ആകുമ്പോൾ ഞങ്ങളുടെ ആ സ്ഥലം മുഴുവൻ വിൽപ്പനയ്ക്ക് പോകുകയാണ്. ഇല്ലെങ്കിൽ അവിടെ ഇന്ന് ഞങ്ങൾ ആരാധിച്ചേനെ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഞങ്ങൾക്ക് സഭയ്ക്ക് വേണ്ടി കുറച്ച് സ്ഥലം കർത്താവ്. അതിനുശേഷം ഏത് വ്യക്തിയെ തന്നെന്നറിയാമോ? ഈ എമർജൻസി ലാമ്പ് കൊടുത്തില്ലേ, അദ്ദേഹത്തോട് ദൈവം ഇടപെട്ടിട്ട് ഒരു 10-30 സെൻറ്റ് ഉണ്ടല്ലേ സ്ഥലം വെറുതെ തന്നു സഭയ്ക്ക് വേണ്ടി. ഈ ദൈവത്തെ ചെറുതായി കാണരുത്. ഇത്ര വലിയ ഒരു ദൈവം, ഇത്ര നല്ലവനാം പ്രിയനേ.
ഈ ധാരയിൽ രുചിച്ചറിവാൻ ഇത്ര നല്ലവനാം പ്രിയനേ. ഈ ധാരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏലപ്പാറയായിട്ട് എന്തൊരകലുണ്ട്. ഹെലിബറിയ എന്ന് പറയുന്നൊരു എസ്റ്റേറ്റ് ഉണ്ടോ ഇവിടെ? എത്ര ദൂരം കാണും? ഓക്കെ, എനിക്ക് ആ എസ്റ്റേറ്റേ അറിയില്ല, പേരെനിക്കറിയാം. ഞാനുമായൊരു ബന്ധമുണ്ട് ആ എസ്റ്റേറ്റിന്. പറയട്ടെയോ? കേൾക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പാമ്പാടിയിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞ് ₹1 പോലും കയ്യിലില്ലാതിരിക്കുമ്പോൾ പേരൂർക്കടയിൽ പാസ്റ്റർ KC തോമസ് പാസ്റ്ററിൻ്റെ IPCയിലെ ചർച്ചിലെ ഒരു മീറ്റിങ്ങിൻ്റെ ഡേറ്റ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് പോകാൻ വഴിയൊന്നുമില്ല. വിശ്വസിച്ചുകൊണ്ട് തലേ രാത്രി ഡ്രസ്സുമൊക്കെ റെഡിയാക്കി രാവിലത്തെ ട്രെയിന് പോകാം. പക്ഷെ എങ്ങനെ പോകും? ഞാൻ ആരോടും ചോദിക്കില്ല. നോ നോ. അന്ന് രാത്രി വീട്ടിലൊരാൾ വന്നു. ആശ്ചര്യമായിപ്പോയി. ഹെലിബ്രിയ എസ്റ്റേറ്റിൽ നിന്നാണ് വന്നേക്കുന്നത്. എന്താ മിണ്ടാത്തെ? എന്നോട് പറഞ്ഞു, സാംബാസ്റ്റാണോ? ഞാൻ പറഞ്ഞതെ. ഏലിയാവിന് കാക്ക എന്നതുപോലെ ഞാൻ വന്നിരിക്കുക. 10 100 നോട്ടെടുത്ത് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, കർത്താവ് തന്നതാ. ഞാൻ ആരാ എന്താണെന്നൊന്നും ഇനി അറിയണ്ട, ഞാൻ പോവുക. ഇത് പിടിച്ചാട്ടെ. ഇന്നു വരെ ആളാരാന്നറിയില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒന്നും അറിയില്ല. ഈ ദൈവം വിശ്വസ്തനാണ്. ഹൈറേഞ്ചുകാരെ, പാമ്പാടിക്കാർക്ക് വേണ്ടി ഹെലിബ്രിയക്കാരനെ തൊടുന്നത് ഈ ദൈവം അല്ലാതെ വേറെ ആരാണ്? സ്തോത്രം പറഞ്ഞേ പറ്റുകയും. ഇത്ര നല്ല ദൈവത്തെ ഒന്നുകൂടെ മുറുക്ക പിടിക്കരുതോ? ഈ ദൈവത്തിൻ്റെ വേലയ്ക്ക് വിളിച്ചാൽ, സഹോദരിമാരെ, കൊച്ചു കുഞ്ഞുങ്ങളെ, യങ്സ്റ്റേഴ്സ്, യുവതിമാർ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഈ വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ ചാടി ഇറങ്ങുമെന്ന് പറയാൻ തൻ്റെ അവിടെ ഉള്ളവർ എത്ര പേരുണ്ട്? എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങാൻ, എന്നാ വേണേലും വരട്ടെ, സുവിശേഷ വേലയോളം മഹത്വമുള്ളൊരു വേല വേറെ ഇല്ല എന്നൊരു ചിന്തയിൽ ചാടി ഇറങ്ങാൻ തൻ്റെ ഇടം ഉള്ളവർ ഇതിൻ്റെ അകത്തുണ്ട്. ആ മുഷ്ടി ചുരുട്ടി ഉയർത്തിപ്പിടിച്ച് പറ ആമേൻ. കേൾക്കണം, കേട്ടേ പറ്റൂ. കേട്ടില്ലെങ്കിൽ കേൾപ്പിക്കും ഞാൻ. ഇവിടെ എനിക്കിത് പറയാൻ പറ്റൂ. പിൻബലം ഷിബു പാസ്റ്ററാണ്. വേറെ ഒരിടത്ത് നിന്ന് ഞാൻ തുറക്കില്ല. സത്യത്തിൽ ഇതൊക്കെ കുവൈറ്റിലാണ് പറയണ്ടേ. ഞാൻ പറയത്തില്ല, പറയില്ല. ഇത് അനുഭവിച്ചത് കൊണ്ടാണ് കുവൈറ്റിൽ എത്തിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എത്തിക്കുകയില്ല. കർത്താവ് സ്തോത്രം പറ. കർത്താവ് അടുത്ത മാസം ദൈവം എന്നെ അമേരിക്കയിൽ എത്തിക്കും. ഞാൻ എന്നോടങ്ങ് പ്രവചിച്ചേക്കാം. മിണ്ടുന്നില്ല. ഷിബു പാസ്റ്റർക്ക് ഓർമ്മയില്ല. ഇദ്ദേഹം എന്നോടൊരു പ്രവചന ദൂത് പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, ഒത്തിരി. ഓർമ്മയില്ലെന്ന് എനിക്കറിയാം. കാരണം പ്രവാചകന്മാരുടെ മെമ്മറി അത്രയേ ഉള്ളൂ. അങ്ങനെ വേണം. പ്രോഫറ്റ്സിൻ്റെ മെമ്മറി എപ്പോഴും കാലിയായിരിക്കണം. മനസ്സിലായില്ല? ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫസിയിലേക്ക് വന്നു കഴിഞ്ഞു. ആമേൻ പറഞ്ഞു കർത്താവിന്. പ്രവാചകൻ്റെ 2 GB 8 GB മെമ്മറി കാർഡ് എനി ടൈം ഫോർമാറ്റ് ചെയ്തതായിരിക്കണം. എനി ടൈം. ഒന്നും അറിഞ്ഞുകൊണ്ട് ഒന്നും പറയാനില്ല. അത് പ്രോഫസി അല്ല, പ്രവാചകൻ്റെ അഭിപ്രായമാണ്. പ്രവാചകൻ അഭിപ്രായവുമുണ്ട്, പ്രവാചകൻ ആലോചനയുമുണ്ട്. അഭിപ്രായം കേട്ടുപോയാൽ വഴിയിൽ തടയപ്പെടും, ആലോചന കേട്ടുപോയാൽ തടസ്സം മാറിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. യെസ്, ഞാൻ അടുത്ത മാസം അമേരിക്കയിൽ എത്തിയിരിക്കും. ഇത് ഞാൻ എന്നോട് പ്രവചിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടക്കുണ്ടോ? ഉണ്ടോ? മുടക്കുണ്ടോ?
എന്നാ മുടക്ക്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് എന്നാ മുടക്ക്, ഞാൻ പോകും ഷൂപ്പാസ്. യേശുവിൻ്റെ നാമത്തിൽ ചെന്നൈയിലെ എംബസിയിലെ മദാമയുടെയും സായിപ്പിനെയൊക്കെ ദൈവം തുടക്കട്ടെ, മൈറ്റി അനോയിറ്റി. പിന്നെ ഷൂപ്പാസും സാമ്പാസും ഒക്കെ അല്ലത് പിന്നെ വേറെ ആരും ഒബാമയുടെ നാട്ടിൽ പോകണ്ടേ? പറ, നിങ്ങൾ പറ. ഉണ്ട്. നമുക്ക് പേടിയോ? ഇന്ന് കർത്താവ് കുമരകത്ത് ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായി ജനിച്ച സാമ്പാസ് USA പോകാനോ? പിന്നെ ഏതാ ചാച്ചൻ പോകാനാന്നാ നിങ്ങൾ ഈ പറയുന്നത്? ആമേൻ പറ. ദൈവത്തിൽ അത്ഭുതങ്ങളുടെ ദൈവമാണിവൻ. അവനെ ഒന്നും തടുക്കാൻ ഒരുത്തനും കഴിയത്തില്ല. ഒരൽപ്പം അനുഭവം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, ഇതൊരു തഴമ്പാണ്. ക്രൂശെ പിടിച്ച തഴമ്പ് കയ്യിലുണ്ടെങ്കിൽ ആ തഴമ്പ് പിശാചിനെ കാണിച്ചാൽ മതി, പിശാച് മാറിയിരിക്കും. തൻ്റെ ഇടം ഉണ്ടായിരിക്കണം. പക്ഷേ ആ സമയത്ത് എങ്ങനെ നിന്നു എന്ന് ചോദിച്ചാൽ അതിന് ആൻസറില്ല. എങ്ങനെ അതിനെ ഓവർകം ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കതിനെന്തില്ല, ആൻസറില്ല. ഇന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വന്ന വഴിയൊന്ന് ഓർത്താൽ ഒറ്റ കാര്യം, നേരത്തെ പാടിയ പോലെ കൃപയെ കൃപയെ, ഇത് കൃപ. സ്തോത്രം പറഞ്ഞ കർത്താവേ, ഇത് കൃപയാണെന്ന് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല കാര്യങ്ങൾ, ചില മേഖലകൾ നമുക്ക് ദൈവിക വിടുതലായി വെളിപ്പെട്ട് വരണമെങ്കിൽ നമുക്ക് തന്നെ അതിൻ്റെ അകത്ത് വിശ്വാസത്തോടു കൂടി പറയാനും പ്രാപിക്കാനുമുള്ളൊരു മനസ്സ് വേണം. യെസ് ഓർ നോ? ഇപ്പം ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് നടന്ന കാലത്ത് എൻ്റെ മനസ്സിന് ബൈക്കിനെ വഹിക്കാനുള്ള മൈൻഡേ ഉള്ളൂ. എന്താ മിണ്ടാത്തെ? ഞാനൊരിക്കൽ എൻ്റെ ചർച്ച പ്രസംഗിച്ചു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. റൈറ്റ്? പറഞ്ഞ്. എന്നാൽ പറയൂ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഇത് ഞാൻ ചർച്ച പ്രസംഗിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഉപമാനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ചോദിക്കുന്നതിലും പറയൂ. വായി കൊണ്ട് ചോദിക്കുന്നു, മനസ്സിൽ ചിന്തിക്കുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. എന്നിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് കാണിച്ചേ. ഓക്കെ. അപ്പോൾ കർത്താവ് ചെയ്യുന്നത് എങ്ങനെ? പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ നമ്മിൽ എന്ത് വ്യാപരിക്കണം? ഓക്കെ. എന്നിട്ട് ഞാൻ പറയുകയാണ്, ചോദിച്ചതൊരു മാരുതി 800 ആണ്, നനച്ചതൊരു സാൻഡ്രോയാണ്, പക്ഷെ ദൈവം തരുന്നത് ഒരു ഇന്നോവയാണ്. ഇത് ഞാൻ പറയുക ചർച്ച. ചോദിച്ചതെന്താ? ഒരു മാരുതി. കാരണം നമ്മൾ ദൈവത്തെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, പാവം ദൈവം എത്ര പേർക്ക് കൊടുക്കണം? അപ്പം ശരിയല്ലല്ലോ അത്രയും നല്ലതൊക്കെ ചോദിക്കുന്നത്. നമ്മുടെ കാര്യത്തിൽ ദൈവം പാവം. ഓക്കെ. അപ്പോൾ എന്ത് ചോദിച്ചു? മാരുതി. നവാച്ചാൻ ചിരിക്കുന്നുണ്ടല്ലേ? എന്ത് ചോദിച്ചു? മാരുതി 800. മനസ്സിലിരിക്കുന്ന എന്നതാ? സാൻഡ്രോ. ദൈവം തരുന്ന എന്നതാ? അത്യന്തം പരമായി. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് സാൻഡ്രോയാ. ഒറ്റ മാസത്തിനകം കിട്ടിയ വണ്ടിയായത്. ചെങ്ങാടം തള്ളി നടന്നവനൊക്കെ ഇന്നോവേ നടക്കുന്നെന്നോ? ഇതൊക്കെ ദൈവത്തിൻ്റെ നീതിയാ സഹോദരൻ, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിന്നെ നാട്ടിൽ മാനിക്കാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. ദൈവം തീരുമാനിക്കുമെന്നല്ല ഞാൻ പറഞ്ഞ, തീരുമാനിച്ചു കഴിഞ്ഞു. ആടത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പ്രവചിക്കും, നിങ്ങളെ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ മാനിക്കാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. പറയുന്നത് പ്രവചിക്കുന്നത്, നിങ്ങളെ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ മാനിക്കാൻ ദൈവം എന്ത് ചെയ്ത് കഴിഞ്ഞു? തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങ് ഉറപ്പിക്കുക, അങ്ങ് പറ, വാ തുറന്ന് ഹല്ലേലൂയ പ്രൈസോട് പറയാം. എത്ര വർഷം ഇത് പറയാൻ തുടങ്ങിയിട്ട്? നിങ്ങളെ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ മാനിക്കാൻ ദൈവം എന്ത് ചെയ്ത് കഴിഞ്ഞു? തീരുമാനിച്ചു കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അതിനിപ്പോൾ 14 സീറ്റുള്ള ടെമ്പോ ട്രാവലർ തന്നാണെങ്കിലും ദൈവം നിങ്ങളെ മാനിക്കും. പറ ആമേൻ പറ കർത്താവിന്. അതിനിപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഏറ്റവും നല്ല സിസ്റ്റം കപ്പലിൽ കൊണ്ടുവന്നാണെങ്കിൽ കൊച്ചി വരെ പോയി എടുക്കണമെന്നേ ഉള്ളൂ, കർത്താവ് മാനിച്ചിരിക്കും. ദൈവം ഇത്രയും വിശ്വസ്തത കാണിക്കും. അവൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പറ ആമേനെന്ന് പറ. പക്ഷെ ഒറ്റ ഒരു കണ്ടീഷൻ, ഇത് വഹിക്കാൻ നിൻ്റെ മനസ്സ് വിശാലമാകും. ഇപ്പം അപ്പുറത്തെ വീട്ടിലെ അച്ചാച്ചൻ്റെ മനസ്സ് പോലെ കുളത്തിലെ തവള ഞാൻ കടലിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പണി നടക്കില്ല. ഹെർക്കുലീസിൻ്റെ സൈക്കിൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോണം. തൊട്ടടുത്തിരിക്കുന്നവരെ നോക്കി ചിരിച്ചേ. ആ ചിരിക്കകത്തുണ്ട് ശരിയാ, കേട്ട് പൊട്ടിക്ക് പിന്നെ കേട്ട് പൊട്ടിക്ക്. പ്രൈസ് അല്ല. എന്താ നിൻ്റെ പെൺകുട്ടിക്ക് അമേരിക്കയിൽ നിന്നൊരു പ്രപ്പോസൽ വന്നാൽ എന്നാ ഇത്ര കുഴപ്പം? എന്താ കുഴപ്പം എന്താന്ന് പറ. അപ്പം നമ്മൾ വേണ്ട വാസന പാവങ്ങൾ. എന്നാ പാവം എന്നാ പറയുന്നത്? അതുകൊണ്ടാണ് നിന്നെ രക്ഷയിലേക്ക് കർത്താവ് കൊണ്ടുവന്നേ. പറയാമേ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ സാമ്പാസക്ക് 10 വർഷം മുമ്പ് ഒരാളുണ്ടായിരുന്നെങ്കിൽ
ഞാൻ അപ്പോസ്തലപ്രവൃത്തി 28 അധ്യായത്തിൽ നിന്ന് വായിച്ചിട്ട് 27 അധ്യായത്തിൽ നിന്ന് വായിച്ചിട്ട് പറഞ്ഞു ശേഷമുള്ളവർ പലകയെ പിടിച്ച് കരയ്ക്ക് കയറിയെന്ന്. ശേഷം ഇങ്ങനെ പലകയെ പിടിച്ച് കയറിയവനാണ് ഞാൻ. നീന്തറിയാൻ മേലാത്തവർക്ക് കിട്ടിയതാ പലക. പൗലൂസിനെ പലക എന്താ ആമയും പറയാത്തെ മതി അച്ഛാ, പലകെ പിടിച്ചാണെങ്കിലും കരയ്ക്ക് കയറിയാൽ മതി. കയറിപ്പോയോ പാമ്പ് കൊത്തിയാലും ചാകുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാട്ടുകാർ പറഞ്ഞ കടലിലെ നീതിദേവി ഇല്ലേ, അയ്യോ. പക്ഷെ അതിൻ്റെ തലയുടെ ഉച്ചയ്ക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് ഞാൻ അഭിഷിക്തനാണ്. ഞാൻ വന്നത് ഒരു പാമ്പിനെ തകർത്തിട്ട് പോകാനല്ല, ദേശത്തെ വിടുവിച്ചിട്ട് പോകാനാണ് ഞാൻ വന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ മണ്ണിലിരുന്നു കൊണ്ട് ആത്മാവിൽ ഇത് പറയുമ്പോൾ അധികാരത്തോടെ ഈ ദേശത്തിൻ്റെ വിടുതൽ സമീപിച്ചു. ആ ശക്തിയുടെ കാഹളം, ആ വിടുതലിൻ്റെ കാഹളം കാതിൻ്റെ തൊട്ടടുക്കൽ കേൾക്കുന്നു. ആ ഉണർവിൻ്റെ ശക്തി വ്യാപരിക്കുന്നു, ആ വിടുതലിൻ്റെ പവർ വ്യാപരിക്കുന്നു. സഹീമതൽ ബഹാറാസി അവരവർ വേല ചെയ്യുന്ന ദേശത്തേക്ക് ഇപ്പോൾ ഞാൻ ആ ശക്തിയെ പകരുകയാ. തറ കൂടിയിരുന്ന് ആടി കൊത്തി തകർത്ത് നാടിൻ്റെ പേടി സ്വപ്നമായി ഇരുന്ന പലതിനെയും വിഷമില്ലാതെയാക്കുന്ന പവർലെസ് പവർ, ശക്തിയില്ലാത്ത ശക്തി. യെസ്, യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് ചെയ്യാൻ പോകുകയാ. യേശു അത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. അവനത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. മൈറ്റി അനോയിന്റിംഗ്. എന്നെ കേൾക്കുന്നവർ രാജ്യവ്യാപകമായി ഞങ്ങളെ അറിയുന്ന സകലരിലേക്ക് നിങ്ങൾ വേല ചെയ്യുന്ന ദേശത്തിന്റെ വിടുതൽ നിങ്ങളോട് സമീപിച്ചു കഴിഞ്ഞു. നിങ്ങളോട് അതും നിങ്ങൾ അതിനോടും അടുത്ത് വന്നു കഴിഞ്ഞു. ഒപ്പത്തിനൊപ്പം നീ നിന്നോട് എന്ന് പ്രവചിച്ചു തുടങ്ങും, അന്ന് നിന്റെ നല്ല കാലം തുടങ്ങും. പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ വെളിപ്പാട് അങ്ങനായിരുന്നു. അവർ അവരോട് എന്ത് ചെയ്യുമായിരുന്നു? പ്രവചിക്കുമായിരുന്നു. എൻ മനമേ യഹോവേ. ഇതാരോട് ആര് പറയുക? എൻ മനമേ നീ എന്ത് ചെയ്യുക? നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാൻ പറ്റും. പക്ഷെ ഇന്ന് വരെ നാം നമ്മോട് എന്ത് ചെയ്തിട്ടില്ല? ചേർന്ന് പറയാൻ, മനമേ നിന്നെ ദൈവം ഈ വർഷം ഉയർത്തും. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുന്നു എന്നൊരു പഴയ പാട്ടിൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശം എഴുതി. നമുക്കത് പാടാം. അത് ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്ന് എൻ്റെ ഉള്ളം ആരോട്? സാധു ജ്ഞാനി ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ. ഏതും കാര്യമില്ലെന്ന് എൻ്റെ ഉള്ളം ആരോട്? ഏതും കാര്യമില്ലെന്ന് എൻ്റെ ഉള്ളം ആരോട്? ഏതും കാര്യമില്ലെന്ന് എൻ്റെ ഉള്ളം പറയുന്നേ, ചൊല്ലുന്നു. ആരോട്? നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളോട് ധൈര്യമായിരിക്കാൻ പറയാൻ പറ്റും. പക്ഷേ സാധു പറയുക, സ്വന്തമായി ഞാൻ എന്നോട് പറയുക, സാരമില്ല, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അവരവരോട് പറയുന്നവർ എത്ര പേരുണ്ട്? ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെൻ്റെ ഉള്ളം. ഇത്ര സാന്നിധ്യം ഉണ്ടായിട്ടും പലരും ക്ഷീണിച്ചിരിക്കുക, റീഫ്രഷ് ആയിട്ടില്ല. സ്വന്തം മനസ്സിനോട് പറയാൻ, മനമേ നീ എപ്പോൾ റീഫ്രഷ് ആകും? നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. പാട്. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം
സാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും. ഇറുക്കി അടച്ച കണ്ണ് വലിച്ചൊന്ന് തുറന്നേ എല്ലാവരും. ഇത് കണ്ണ് തുറന്ന് പാടാൻ നമുക്ക്. സ്തോത്രം പറഞ്ഞ കർത്താവിന്. ഹല്ലേലൂയ. ഈ പാട്ട് പാടിയിട്ട് നിങ്ങൾക്കൊരു വിഷമം പോലെ. നിങ്ങൾ കണ്ടോ, ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവാം. ഇന്ന് ഒരു 2 മണി വരെ 3 മണി വരെ പാടിയിരുന്നാൽ മതി, വഴി തുറന്നിരിക്കും. സ്തോത്രം പറഞ്ഞ കർത്താവിന്. ഹാ മഹേശ കരുണേശ പൊന്നു കാന്ത നീ എനിക്കായി. ഹാ മഹേശ കരുണേശ പൊന്നു കാന്ത നീ എനിക്കായി. വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എൻ്റെ വൃഥ കലങ്ങുന്ന തെന്തിനായി. എൻ്റെ വൃഥ കലങ്ങുന്ന തെന്തിനായി. കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല കൊയ്ത്തുമില്ല. കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ടതേകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ. ആമേൻ. ഞാൻ 97-98 കാലഘട്ടങ്ങളിൽ പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വേല ചെയ്യുന്നത്. പാസ്റ്റർ സാംകുട്ടി പാസ്റ്ററിൻ്റെ ചർച്ച്. പാസ്റ്ററിൻ്റെ ചർച്ചിൽ 550 പേരുണ്ട്. എറണാകുളത്ത് ഷൊർണൂരിൽ 8 പേരുണ്ട്. എന്നെ 550 പേരുടെ നടുവിൽ ശുശ്രൂഷിക്കാൻ നിർത്തിയിട്ട് ഞായറാഴ്ച പാസ്റ്റർ 8 പേർക്ക് വേണ്ടി ഷൊർണൂർക്ക് പോകും. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നാളെ സഭായോഗം നടത്തണം. അന്ന് 21 വയസ്സാവുള്ളേ. സ്വത്രം പറഞ്ഞ് കർത്തൃമേശ നടത്തണം, വചനം ശുശ്രൂഷിക്കണം. ഞാൻ ഷൊർണൂർക്ക് പോവാം. ഞാൻ തിരിച്ചു വരുമ്പോൾ കുഞ്ഞുഞ്ഞമ്മ പറയണം, ഇവരുടെ വൈഫ് പറയണം, ആ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. ഞാൻ ഇവരുടെ കൈകൂപ്പി പറഞ്ഞിട്ട്, പൊന്നു സാറേ 8 പേർക്ക് വേണ്ടിയുള്ള അഭിഷേകം എനിക്കുണ്ട്, ഞാൻ ഷൊർണൂർക്ക് പോയിക്കോളാം, അച്ഛൻ ഇവിടെ നിന്നാട്ടെ. പിറ്റേ ദിവസം രാവിലത്തെ വേണാട് എക്സ്പ്രസ്സിന് സാറ് പോയി ഷൊർണൂർക്ക്. സ്തോത്രം. എന്താ മിണ്ടാത്ത? അന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അതൊരു രാത്രിയാണ്. കണ്ണ് തുറന്നിട്ടില്ല, കരഞ്ഞ് തോർത്ത് പിഴിഞ്ഞ രാത്രിയാണത്. എത്ര രാത്രികൾ തോർത്ത് പിഴിഞ്ഞിട്ടുണ്ടെന്നറിയാമോ? 2 വർഷം അടുപ്പിച്ച് തോർത്ത് പിഴിഞ്ഞവനാണ് ഞാൻ. 2 വർഷം അടുപ്പിച്ച് രാത്രിയാകാൻ കാത്തിരുന്ന നാളുകളാണ് ഷൊർണൂരെ നാളുകൾ. രാത്രിയാകാൻ കാത്തിരിക്കും. എന്തിനാണെന്നറിയോ? കരയാൻ, കരഞ്ഞു പ്രാർത്ഥിക്കാൻ. തോർത്ത് പിഴിയുന്നത് വരെ കരയും. ഇന്നെന്തായി പാടുന്നത്? ഇന്നലകളിൽ നടത്തിയത് അങ്ങനെ ആയതുകൊണ്ട് സ്തോത്രം പ്രതീകത്തിന്. ശുശ്രൂഷിക്കാൻ കയറി നിന്നതൊക്കെ ഓർമ്മയുള്ളൂ, വേറൊന്നും ഓർമ്മയില്ല. ശക്തി ഇറങ്ങാൻ തുടങ്ങി. കർത്തൃമേശയും കഴിഞ്ഞു. ആമയും പറഞ്ഞ ഉടനെ കമ്മിറ്റിക്കാരോട് പോലും മിണ്ടാതെ ചാടി പുറത്തിറങ്ങി. ഗേറ്റിങ്കെ വന്ന അമ്മാമ്മ നിൽക്കുകയാണ്. ഫ്രൈസ്തല്ലോ സാം പോകാൻ പറ്റിയല്ല. ഞാൻ പറഞ്ഞു, നോ, ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല, വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ കഴിക്കില്ല. ഫ്രൈസ്തല്ലോ. ഞാൻ അവിടെ നിന്ന് അപ്പോൾ തന്നെ എനിക്ക് തന്ന റൂമിലേക്ക് പലായനം ചെയ്തു. വൈകിട്ട് പാസ്റ്റർ വന്നിട്ട് വിളിച്ചു, സാം എൻ്റെ വീട് വരെ വരണം. ഞാൻ ചോദിച്ചു, എന്തിനാണ്? വന്നേ പറ്റുള്ളൂ. പുള്ളി എന്നെ വിളിച്ച് റൂമിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സാമേ ശുശ്രൂഷ വെളിപ്പെട്ട് കഴിഞ്ഞു, ഇനി ഒരു സ്റ്റെപ്പ് പോലെ നീ പുറകോട്ട് പോവുകയില്ല. ഞാൻ ഇതിലാണ് 8 പേർക്ക് വേണ്ടി പോയത്. 2010 ആ ദൈവമനുഷ്യൻ നിത്യതയിലേക്ക് പറന്നുപോയി. ഞാൻ 8 പേർക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ 2 വർഷം ഷൊർണൂരിലേക്ക് പോയി. മിക്ക ദിവസങ്ങളും ഒന്നുമില്ലാത്ത നാളുകൾ. രാത്രിയിൽ എൻ്റെ ഏക ചിന്ത ഇത് മാത്രമേ ഉള്ളൂ, എനിക്ക് ഭക്ഷണമല്ല, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടോ, എൻ്റെ സഹോദരങ്ങൾ കഴിച്ചോ? ഈ ഒരു ചിന്ത അന്ന് വരട്ടും, എന്നെ ഇന്ന് വരട്ടും. അതെന്താണെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. അതങ്ങനെയാണ്, ഈ ജന്മം അങ്ങനെയാണ്. വിളിച്ചു ചോദിക്കാൻ പറ്റില്ല. വീട്ടിലും ടെലിഫോണില്ല, എനിക്കും ടെലിഫോണില്ല. പിന്നെ പ്രാർത്ഥിച്ച് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കും. നെറ്റ്വർക്ക് ആകാശം വഴിയാണ്. എന്താണ് ആമേൻ പറയാത്തെ? സ്തോത്രം പറ ദൈവത്തിന്. ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് വന്നൊരു ദൈവദാസൻ ചോദിച്ചു,
എത്ര നാളായി വീട്ടിൽ പോയിട്ട്? ഞാൻ പറഞ്ഞു 2 വർഷമായി പോയിട്ട്. അപ്പൻ്റെ അമ്മേനെ എടുത്തോട്ട് പോയിട്ട് വർഷം 2 സ്തോത്രം പറയുന്നില്ല. എന്നാ പോകാത്തെ? വണ്ടി കുളിക്ക് കാശില്ലാത്തതുകൊണ്ട്. രാത്രി മുഴുവൻ ഇന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. തോർത്ത് പിഴിഞ്ഞ് കളഞ്ഞ സമയങ്ങൾ എത്രയോ രാത്രികൾ. പക്ഷെ ഇന്ന് അപ്പനും അമ്മേനെ മാന്യമായി നോക്കാൻ ദൈവം ഈ പേഴ്സ് നിറച്ചു തന്നു. കുറയ്ക്കുന്നവനല്ലവൻ, നിറയ്ക്കുന്നവനാണവൻ. നിറവ് വരുമ്പോൾ കുറവ് മാറിയിരിക്കും. നിന്റെ പാനപാത്രം നിറയും, നിന്റെ പാനപാത്രം കവിയും. നിറയുന്നത് കൊണ്ട് നീ ജീവിക്കണം, കവിയുന്നത് കൊണ്ട് ദൈവരാജ്യത്തിന് കൊടുക്കണം. നിറയുന്നത് മുഴുവൻ നിനക്ക്, കവിയുന്നത് മുഴുവൻ ദൈവരാജ്യത്തിന്. എല്ലാവരും കര ഉയർത്തി പറയും, എൻ്റെ പാനപാത്രം. പറ, എൻ്റെ പാനപാത്രം. ഉറക്കെ പറയും, എൻ്റെ പാനപാത്രം നിറയും, കവിയും. നിറയും, കവിയും. നിറയുന്നത് എനിക്ക്, കവിയുന്നത് സഭയ്ക്ക്. നിറയുന്നത് എനിക്ക്, കവിയുന്നത് ദൈവരാജ്യത്തിന്. നിറയുന്നത് എനിക്ക്, കവിയുന്നത് അഭിഷേകത്തിന്. കരമടിച്ചവന് സ്തോത്രം പറ. ആ ദിവസങ്ങളിലൊക്കെ എല്ലാ രാത്രിയും പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുന്ന സമയത്ത് ആ കൊച്ചോടിട്ട വീടിൻ്റെ അകത്ത് ഞാൻ 850 രൂപ വാടക സഭയാണ് കൊടുക്കുന്നത്, സഹോദരങ്ങളാണ് കൊടുക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് പാടും പഴയൊരു പാട്ട്. വെക്കം തൻ മണവാട്ടി ആക്കിടും എന്നെ അന്ന്, വാക്കുണ്ട് എനിക്ക് തൻ്റെ നീക്കമില്ല അതിനൊട്ടും. എത്ര മാധുര്യം അവൻ നാമം എനിക്ക് പാർത്താൽ, ഓർത്തു വരും തോറുമൻ ആർത്തി. അന്ന് ഇദ്ദേഹമില്ല ഇത് വായിക്കാൻ, ഇദ്ദേഹമില്ല ഇത് വായിക്കാൻ. ഇതൊന്നും ഇല്ലാതെ പാടിയാൽ വർഷിപ്പ് ഹീറോ, ഇതെല്ലാം കൂടി പാടിയാൽ വർഷിപ്പ് ലീഡർ. ആ ചിരി കണ്ടില്ലേ? ഇതുണ്ടല്ലോ അല്ലേ മൊത്തം? ആമേ. ഇതോടുകൂടി പാടിയാൽ എന്താണ്? വർഷിപ്പ് ലീഡർ. ഇതൊന്നുമില്ലാതെ പാടിയാൽ വർഷിപ്പ് പാറസഹോദരൻ. ആർക്കെല്ലാം വർഷിപ്പ് ഹീറോ ആകാൻ ആഗ്രഹമുണ്ട്? ദൈവത്തിന് ഈ തലമുറയിൽ വർഷിപ്പ് ലീഡേഴ്സിനെല്ലാം ആവശ്യം, വർഷിപ്പ് ഹീറോസിനെയാണ് ആവശ്യം. ദാവീദ് അരമനയിൽ കയറാൻ കാര്യം വർഷിപ്പ് ലീഡർ ആയതുകൊണ്ടല്ല, വർഷിപ്പ് ഹീറോ ആയതുകൊണ്ട്. കാട്ടിലാണെങ്കിലും പാടും, നാട്ടിലാണെങ്കിലും പാടും, ആടാ കൂടെയുള്ളെങ്കിലും പാടും, ആളാ കൂടെയുള്ളതെങ്കിലും പാടും. എന്താണ് ആമേൻ പറയാത്തെ? കുന്തമെടുക്കുന്ന ശവലിൻ്റെ മുമ്പിലും പാടും, കരടിയുടെ മുമ്പിലും പാടും. വർഷിപ്പ് ലീഡർക്ക് സിസ്റ്റം വേണം. വർഷിപ്പ് ഹീറോസിന് ഓഡിയൻസ് ഒന്നും വേണ്ട, ആത്മാവിൽ പാടും. വർഷിപ്പ് ഹീറോസിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. എത്ര മാധുര്യം അവൻ നാമം എനിക്ക് പാർത്താൻ എന്ന പാട്ട് പാടണ്ട. ആ സമയത്ത് ഇങ്ങനെ മനസ്സിൽ ആ വരിയൊന്ന് വന്നാൽ മതി, കരയാൻ തുടങ്ങും, പൊട്ടിക്കരയാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അവസ്ഥകൾ അങ്ങനെ കരയിപ്പിച്ച് കളയും. ചിരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരിക്കാം, കരയാൻ പറഞ്ഞാൽ കരയാൻ പറ്റുമോ പാസ്റ്ററെ? ആർക്കും അങ്ങനെ കരയാൻ പറ്റില്ല. കരയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിൻ്റെ ഉള്ളം ഉടഞ്ഞു കഴിഞ്ഞു. ഉലകത്തിൽ ഒരിക്കൽ പോലും കരയാത്തൊരു ദിവസം നിൻ്റെ ലൈഫിൽ ഉണ്ടാകരുത്. ഒരിക്കലും കരയാത്തൊരു ദിവസം ഉണ്ടാകരുത്. പാടാം നമുക്ക്. എത്ര മാധുര്യം അവൻ നാമം എനിക്ക് പാർത്താൽ, ഓർത്തു വരും തോറും എന്നെ ആർത്തി മാഞ്ഞു പോകുമേ. പഠിക്ക. എത്ര മാധുര്യമാവൻ നാമം എനിക്കു പാർത്താൽ, ഓ എത്ര മാധുര്യമാവൻ നാമം എനിക്കു പാർത്താൽ, ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുമേ. ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകും. നിറഞ്ഞു പാടിക്കേ. യേശു എന്നടി സ്ഥാനം, ഓ യേശു എന്നടി സ്ഥാനം, ആശയവാനിലത്രേ ആശ്വാസത്തിൽ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൽ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും. വെക്കം തൻ മണവാട്ടി ആക്കിയിടും എന്നെ അന്ന്. വെക്കം തൻ മണവാട്ടി ആക്കിയിടും എന്നെ അന്ന്. വാക്കുണ്ടെനിക്കു തന്റെ നീക്കമില്ലതിനൊട്ടും. വാക്കുണ്ടെനിക്കു തന്റെ നീക്കമില്ലതിനൊട്ടും. ഈ പാട്ടിൻ്റെ മാധുര്യം എൻ്റെ ലൈഫിൽ വന്ന ഒരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞിട്ട്
ഷിബു പാസ്റ്റർ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി, ഞാനൂടെ കൂടെ കൈവെക്കാം. ഞാൻ ഇന്നലെ ഇദ്ദേഹത്തോട് പ്രൊഫറ്റിക് ആക്ഷൻ പോലെ പറഞ്ഞു, നമ്മളൊരൊറ്റ അപ്പൻ്റെ മക്കളാണ്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും അറിയില്ലായിരുന്നു. റൈറ്റ്? ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞൊരു വേടാണത്. പക്ഷെ ഇന്നാണ് എനിക്കത് മനസ്സിലായത്. കർത്താവ് ഞാനൊരു പ്രവാചകനാണല്ലോ. എന്താണ് ആമേൻ എന്ന് പറയാത്തത്? 2001 ഡിസംബർ 27 ആണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 2001 ഡിസംബർ 27. ശ്രദ്ധിക്കുക, 2001 ഡിസംബർ 27. ഞാൻ മഹാരാഷ്ട്ര കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാർ വിളിച്ച് പറയുന്നത്, എടാ ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്, നീ വരണം. ഞാൻ പറഞ്ഞു പെണ്ണിനെ കാണാൻ വരികയില്ല, ഓക്കെ ആണെങ്കിൽ ഞാൻ വരാം. കാരണം കാണാനാണെന്നും പറഞ്ഞൊരു ദിവസം പോലും ഞാൻ കളയത്തില്ല. വേലക്കാരൻ ദിവസം കളയരുത്. എന്താണ് ആമേൻ പറയാം? അന്ന് അപ്പനും അമ്മയും കണ്ട പെണ്ണ് ഇന്നും കൂടെ ഉണ്ട് കേട്ടോ, ഇന്നും കൂടെ ഉണ്ട്. സത്യം ഞാൻ ഈ പറയുന്നു. എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാ, ഒരേ ഒരു കാര്യം, എടാ 5 പൈസ പോലും സ്ത്രീധനം മേടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെൻ്റെ നിർബന്ധമാണ്. എനിക്ക് പെമ്മക്കളില്ല, എനിക്ക് 3 ആമക്കളാവുള്ളത്. ഒരൊറ്റ വീട്ടിൽ നിന്നും സ്ത്രീധനം മേടിക്കരുത്. റിയലി സോറി, ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ആരുടെയും കാര്യമല്ല പറയുന്നത്. വിവാഹം കഴിക്കാത്തവരുണ്ടെങ്കിൽ ചലഞ്ചായിട്ട് ഏറ്റെടുത്തോണം. ചലഞ്ചായിട്ട് ഏറ്റെടുത്തോണം. പെണ്ണും വീട്ടിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് കല്യാണ ചെലവ് നടത്തരുത്. അത് പുരുഷന് ഭൂഷണമല്ല. യെസ് പ്ലീസ്, എന്നെ ഇത് വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ യാതൊരു ഇടപാടും നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വീഡിയോ എടുക്കുന്നുണ്ട്, കാരണം ഇത് ലോകരാജ്യങ്ങൾ കാണേണ്ടതാണ്. ആമേൻ പറ കർത്താവേ. ഈ കസേര മാറ്റിക്കുന്നു. വാക്കുണ്ടെനിക്കു തന്റെ നീക്കാമില്ലാതീനൊട്ടും, വാക്കുണ്ടെനിക്കു തന്റെ നീക്കാമില്ലാതീനൊട്ടും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ആമേൻ. ചേർന്നിരിക്കാം പ്ലീസ്. എൻ്റെ ഒരു അപേക്ഷയാണ്, റിക്വസ്റ്റാണ്. വലിയ പ്രിവിലേജാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളത്. ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തൊരു വർഷം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷേ ഇദ്ദേഹത്തിന് എന്നെ അറിയില്ല. എനിക്ക് ഇദ്ദേഹത്തിനുള്ള അഭിഷേകത്തെ അറിയാമായിരുന്നു. ആരുമായിട്ട് കണക്റ്റഡ് ആകാൻ ആരും സമ്മതിക്കുകയില്ലെന്നേ. അതുകൊണ്ടാണ് ഹൈ റേഞ്ചുകാരൻ ഇങ്ങനൊരു യോഗം വെച്ചേ. സ്തോത്രം പറ ദൈവത്തിന്. നീയുമായിട്ടൊരാൾ കണക്റ്റഡ് ആകാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൂതനയച്ചാണെങ്കിലും വേണ്ടില്ല, ആ ബന്ധം ദൈവം നിനക്ക് നൽകിയിരിക്കും. അതിന് ഇത്ര വിശ്വസ്തനായൊരു ദൈവം. ഹല്ലേലൂയ, താങ്ക് ഗോഡ്. ദൈവം സഹായിക്കട്ടെ. എൻ്റെ അപ്പൻ്റെ ഒരു നിർബന്ധമാണ് സ്ത്രീധനം മേടിക്കാതെ കേട്ടോ. എൻ്റെ അപ്പൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ കയ്യിലും ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ എൻ്റെ അപ്പനറിയില്ല. വന്നു, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു, ഓഡിറ്റോറിയങ്ങളെല്ലാം ബുക്ക് ചെയ്തു, വിളിയെല്ലാം കഴിഞ്ഞു. 300 രൂപ മുടക്കിയാണ് ഞാൻ മഹാരാഷ്ട്രയിൽ ഈ കട്ട പ്രസ്സിൽ ഈ കല്യാണക്കുറി എന്ത് ചെയ്യുന്നത്. കാർഡിനും പ്രിൻറ്റിങ്ങിനും കൂടി എത്രയായിട്ടുള്ളൂ? 300. പ്രൈസ്തല്ല. എന്താ മിണ്ടാത്തെ? കല്യാണ ചെറുക്കിന് ഇടാണ്ടൊരു പാൻറ്റില്ല, ഒരു ഷർട്ടില്ല. സ്വന്തമായി സന്തോഷത്തോടെ യാത്ര തിരിച്ചു വരുമ്പോൾ അപ്പൻ ചോദിച്ചേട്ടാ എങ്ങനെ കാര്യം? ഞാൻ പറഞ്ഞു വിളിച്ചവൻ നടത്തും. അപ്പൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം എവിടെ നിന്ന് പണം ഉണ്ടാക്കും? ഒന്നിനും വഴിയില്ല. പെണ്ണേതാ? ഇന്നതാ പെണ്ണ്, കാണാൻ പോകണം. കേരളത്തിൽ എൻ്റെ 2 ദൈവദാസന്മാരെ വിളിച്ചു, നമുക്ക് ഒരുമിച്ച് പോകണം എന്ന് വെച്ചാൽ പരിചയമുള്ള 2 ദൈവദാസന്മാർ, ഞാൻ വളർത്തിയ 2 ദൈവദാസന്മാർ. പോകുന്ന വഴി അവർ പറഞ്ഞു പൊക്കോ, ഞങ്ങൾ വന്നേക്കാം. തന്നെ പോയാൽ ഞാൻ പെണ്ണ് കണ്ടേ. അവർ പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. 3 വർഷം എൻ്റെ കൂടെ വീട്ടിൽ താമസിച്ച് ഭക്ഷണം കഴിച്ചവരാണ്. പൊക്കോ വന്നേക്കാം. പക്ഷെ ദൈവം അങ്ങനെയല്ല. പൊക്കോ വന്നേക്കാമെന്ന് പറയുന്നവനല്ല, ഞാനും കൂടെ വരികയാണ്. ഇങ്ങനെ പറയുന്ന ഒറ്റയാളേ ഉള്ളൂ. എല്ലാം സംസാരിച്ചു. അവൾ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഞാൻ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. വീട്ടിൽ അപ്പനും അമ്മയും ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. കല്യാണത്തിന് ആരും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. രക്ഷിക്കപ്പെട്ട സമയം വേശ്യാവൃത്തിക്ക് പോവുക എന്ന നാട്ടുകാർ പറഞ്ഞ് നടന്നു വരുമ്പോൾ വീട്ടുകാരെല്ലാം വഴിയിൽ നിന്ന് അകത്തോട്ട് കയറും. ആർക്കും ഞാൻ നല്ലതല്ല, സുവിശേഷത്തിന് വേണ്ടി നിന്നതുകൊണ്ട്. അന്ന് 21 വയസ്സ് തികയുന്നതേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. എന്താണ് ആമേൻ എന്ന് പറയാത്തത്? ചേർന്ന് പറ ആമേൻ. 230 രൂപ കൊടുത്ത അവളൊരു സാരി വാങ്ങിയേ, കല്യാണത്തിനൊടുക്കാൻ കല്യാണ സാരി. ഇന്നും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. സാമ്പാസ്റ്റർ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്താണ് ആമേൻ പറയാത്തത്? 230 രൂപയുടെ കല്യാണ സാരി ഒന്ന് ഓർത്ത് നോക്കുക. ഇന്നൊരു കല്യാണം നടന്നാൽ 15,000 രൂപയുടെ സാരിക്ക് മീതെ തപ്പാൻ പെന്തക്കോസുകാരൻ പരതുകയാണ്. മറക്കരുത്, കല്യാണം ഉച്ച കൊണ്ട് തീരും,
ജീവിതം 1000 ഉച്ച കൊണ്ട് തീരുകയില്ല. അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സാം വെറ്റ്സ് ബിന്ദു എന്നൊന്ന് എഴുതി ഒട്ടിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് പോലും സഹായിപ്പാൻ ഒരാളില്ല. കല്യാണ ചെറുക്കന് ഇല്ലെങ്കിൽ കല്യാണ പെണ്ണിന് പള്ളിയിലോട്ട് വരാനൊരു കാർ ആഗ്രഹമില്ലേ? ആർക്കാണ് ഇന്നത്തെ കാലത്ത് ആഗ്രഹമില്ലാത്ത? അതിന് പോലും യോഗയില്ലാത്തവനായിരുന്നു ഞാൻ. പ്രൈസ് ഗോഡ്. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു പെണ്ണിനെയാണ് അപ്പനും അമ്മയും എനിക്ക് നൽകിയത് എന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ അപ്പനും അമ്മയും അവരെല്ലാം CSE ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അവരെല്ലാം കല്യാണം റിജക്റ്റ് ചെയ്തു. പ്രൈസ് ഗോഡ്. അവിടെ വീട്ടിൽ നിന്ന് പലരും കല്യാണം റിജക്റ്റ് ചെയ്തു. ഭക്ഷണം എൻ്റെ അപ്പം വെട്ടിമൂടി. പക്ഷെ ഞങ്ങളുടെ ലൈഫ് ദൈവം അനുഗ്രഹിച്ചു. ഒത്തിരി പേരോട് കടമെടുത്തു. അതിലേറ്റവും കൂടുതൽ പണം കടമെടുത്തത് എൻ്റെ അമ്മ വീട്ടുകാരോട്. അവർക്കുണ്ടായിരുന്നു, പക്ഷെ തിരിച്ചു കൊടുക്കാൻ വഴിയില്ല. ഒരു ദിവസം ശുശ്രൂഷ കഴിഞ്ഞ് ഞാനും വൈഫൂടെ നടന്ന് വീട്ടോട്ട് വരുമ്പോൾ വഴിയിലൊരു ജനാവലി, ഒച്ചപ്പാടും ബഹളവും. ബന്ധക്കാരാണ്. എൻ്റെ അപ്പനും അമ്മയും അതിൻ്റെ നടുവിൽ തലകുനിച്ച് നിൽപ്പുണ്ട്. എടാ, ഒരു കൊച്ചും കൂടി അവനുണ്ടായില്ലടാ, വാങ്ങിച്ച പണം കൊടുത്തുകൂടെ? എൻ്റെ തല കുനിയുന്നതിന് മുമ്പ് അവിടെ തല കുനിഞ്ഞു. എനിക്ക് പണമൊന്നുമില്ല അല്ലേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. പക്ഷെ ആ തല കുനിഞ്ഞത് സ്വർഗം അങ്ങ് റെക്കോർഡ് ചെയ്തു. എന്താണ് ആമേൻ എന്ന് പറയാത്തത്? സ്തോത്രം പറ ദൈവത്തിന്. തലമുറകളുടെ ഭാവി ഓർത്ത് പ്രാർത്ഥിക്കുന്നൊരു അമ്മ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വളർത്താനേ നിനക്ക് തന്നിട്ടുള്ളൂ. വളർത്തിക്കഴിഞ്ഞാൽ അവന് കൊടുത്തേക്കണം. അവനെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? അന്ന് രാത്രി വീട്ടിൽ ചെന്ന് അലറിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കോള്. ഇവിടെ കാപ്പിപ്പതാലിന്ന്. ഹൈ റേഞ്ചുകാരെ, ഈ കാപ്പിപ്പതാലിന്ന് എന്താ നിങ്ങൾ മിണ്ടാത്തെ? പാസ്റ്ററെ, വിളിച്ച പാസ്റ്റർ വന്നില്ല, ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ വരുമോ? ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഞാൻ കാപ്പിപ്പതാലിൽ വന്ന് ബസ്സിലിറങ്ങി. അവരാ മീറ്റിങ്ങിൽ കൊണ്ടുപോയി. ആ പകലും രാത്രിയിലെ മീറ്റിംഗ് ചിന്തയ്ക്കപ്പുറമായി പോയി. ദൈവശക്തി ഇറങ്ങാൻ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ യാത്ര ചെയ്ത് ഞാൻ വീട്ടിലെത്തി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇവർ എന്നെ തിരിച്ചു വിളിച്ചു. പാസ്റ്ററെ, ഒരു ദൈവദാസൻ വിളിച്ചിട്ടുണ്ട്, ഒരു ഡേറ്റ് മീറ്റിംഗ് ഉണ്ട്, അഭിഷേകമുള്ളൊരു ദൈവദാസന് വേണമെന്ന് പറഞ്ഞു. പാസ്റ്ററിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പ്ലീസ് പോകണം മീറ്റിങ്ങിന്. ഈ സമയത്ത് സാമച്ചൻ പാസ്റ്ററിൻ്റെ ഒരു പ്രോഫസി ഉണ്ട്. ഒത്തിരി പാസ്റ്റേഴ്സ് ഒരുമിച്ച് കൂടുന്ന ഒരു മീറ്റിങ്ങിൽ ഞാൻ നിന്നെ അയക്കും. ആ മീറ്റിംഗ് നിൻ്റെ വിദേശയാത്രയുടെ ആരംഭമായിരിക്കും. പിറ്റേ ദിവസം എനിക്ക് വന്ന കോൾ, കാപ്പിപ്പതാലിൽ നിന്ന് ഇന്നയാൾ തന്ന നമ്പരാ, ഒരു ഡേറ്റ് തരണം, മീറ്റിങ്ങിൽ വരണം. ഞാൻ പോയി പ്രസംഗിച്ചു. തേണ്ടടാ, 35 പാസ്റ്റേഴ്സ് ഉണ്ട് ആ മീറ്റിങ്ങിൽ. ഹല്ലേലൂയ. എന്താണ് അവനെന്ന് പറയാത്തത്? ഇത് 2003 കാര്യം ഞാനീ പറയുന്നത്. 2003 ഏതാണ്ട് തീർന്നു വരുന്ന സമയം. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുടുംബനാഥൻ ചോദിച്ചു, വിദേശത്ത് വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ അടുത്ത വർഷം ഫെബ്രുവരി 15 വൈകിട്ട് ഞാൻ വിളിക്കാം. ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് കാര്യം? ഉടനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, പാസ്റ്റർ അതൂത് പറഞ്ഞില്ലേ ഒരു ആൻറ്റിയോട്, അതൂത് പറഞ്ഞ ആളുമായി ഞാൻ കണക്റ്റഡാണ്. എന്താണ് അതൂത്? 2004 ഫെബ്രുവരി 15 രാവിലെ 10 മണിക്ക് നിൻ്റെ വീട്ടിൽ വളർത്തുന്നൊരു നായയുമായി ഒരാൾ വന്ന് കോളിംഗ് ബെല്ലിൽ സ്വിച്ച് അമർത്തും. ആ വ്യക്തി വന്ന് സ്വിച്ച് അമർത്തുമ്പോൾ ഡോർ തുറക്കരുത്, ജനൽ തുറന്ന് സംസാരിക്കണം. ഞാൻ യഹോവ. എൻ്റെ വൈഫിൻ്റെ ചേടത്തിയാണത്. ഞാൻ അന്ന് വൈകിട്ട് വിളിക്കാം. എന്താണ് ആമേനെന്ന്? ഇത് പ്രവചനത്തിൻ്റെ മീറ്റിംഗ് അല്ലേ? ഞാൻ അന്ന് വൈകിട്ട് വിളിക്കാം. എന്താ മിണ്ടാത്തെ? അദ്ദേഹം അന്ന് രാത്രി വിളിച്ചെന്നെ. യെസ് പാസ്റ്റർ, രാവിലെ 10 മണിക്കാണ് കേട്ടോ, എല്ലാം നിറവേറി, വിസ എടുക്കാൻ പോവാണ്. ഇത്ര നല്ല ദൈവത്തെ എങ്ങനെ ഉയർത്താതിരിക്കും സഹോദര? എങ്ങനെ സ്തുതിക്കാതിരിക്കും സഹോദരി? അതുകൊണ്ട് ഒരു വേള കണ്ണടഞ്ഞവരുണ്ടെങ്കിൽ ഇന്നോർത്തോ, ദൈവം അത്ഭുതം ചെയ്തിരിക്കും. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. In my
യേശുവിൻ പിൻപേ പോകാതെ പിന്മാറാതെ ഞാൻ കരം ഉയർത്തി പാടിക്ക്. പിന്മാറാതെ ഞാൻ ഒരു ദിവസം എൻ്റെ മൊബൈലിൽ ഒരു കോള് വന്നു. പാസ്റ്റർ, ഞാൻ കോട്ടയം കഞ്ഞിക്കുഴിയിൽ നിന്ന് വിളിക്കുക, എനിക്കാരുമില്ല. ഇങ്ങനെ കേട്ടുപോയാൽ അഭിഷിക്തന്മാർ ചൊല്ലിടും. അപ്പോഴേ പറയുന്നത് തന്നെ ഞാനുണ്ട്. റൈറ്റ് പാസ്റ്റർ, ശരിയല്ലേ? അപ്പോഴേ പറഞ്ഞിരിക്കും, ധൈര്യമായിട്ടിരിക്കും, നീ എവിടെ ഇങ്ങോട്ട് വാ. ഇതാണ് അഭിഷിക്തൻ. ഒരിക്കലും ഒരു അഭിഷിക്തൻ അവന് വേണ്ടി ജീവിക്കില്ല. ഒരഭിഷിക്തൻ്റെ ജന്മം മുഴുവൻ മറ്റൊരാൾക്ക് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ അഭിഷിക്തനാണെങ്കിൽ ഞാൻ ബാവുച്ചനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയുക, ഒരിക്കലും ഇനി ഇദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുകയില്ല. ഇല്ല ഇല്ല, ജീവിക്കാൻ പറ്റില്ല. അതിനുള്ള ടൈമില്ല. എല്ലാ ജന്മവും അവന് വേണ്ടിയായിരിക്കും. എത്ര പേർക്ക് ആമേനെന്ന് പറയാൻ കഴിയും? അതുകൊണ്ട് പ്രിയ ബാവുപാസിൻ്റെ മക്കൾ 3 പേരോട് ഞാൻ പറയുക, ഞാൻ നിങ്ങളെ 3 പേരും സല്യൂട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാര്യം നിങ്ങളുടെ അപ്പൻ സുവിശേഷം തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു. നിങ്ങളെയൊക്കെ പണ്ട് പ്രാവ് പറന്ന് വന്ന് ഒലിവില കൊത്തിയെടുത്ത് പെട്ടകത്തിൽ കൊണ്ടുവച്ച പോലെ നിങ്ങളുടെയൊക്കെ ഓരോ സമയങ്ങളിൽ ഓരോ പ്രാവ് പറന്നു വന്ന് കൊത്തിക്കൊണ്ടു പോകും. ഇതൊരു പ്രോഫസിയാണ്. അനുഗ്രഹിക്കുക ഞാൻ. അതുകൊണ്ട് നിങ്ങളാരും മക്കളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. പ്രാവ് ഒലിവില കൊത്തിയെടുത്ത പോലെ ആ ഒലിവിലയ്ക്ക് വേറൊന്നും പറയാനില്ല. കാര്യം പ്രളയജലമാണ്. ഇളകിയാടുന്നതിൻ്റെ ഇടയിലും എല്ലാ മരവും കടപുഴകി വീഴുമ്പോഴും ഇതിനെ അതിജീവിച്ച് മുകളിൽ ഞാനുണ്ട് ഇവിടെ. പച്ചപ്പ്, അല്പം പച്ചപ്പ്, അല്പം പച്ചപ്പ്. എന്താണ് അവൻ പറയാത്തെ? ഹൈ റേഞ്ചിലാണെങ്കിലും അനുഭവങ്ങൾ കയ്പാണെങ്കിലും, പാമ്പാടിയിലാണെങ്കിലും അല്പം അനുഭവങ്ങൾ കയ്പാണെങ്കിലും, പായിപ്പാടാണെങ്കിലും അല്പം അനുഭവം കയ്പാണെങ്കിലും, പച്ചപ്പിൽ അല്പം ഒന്ന് പൊങ്ങിക്കാണിച്ചാൽ കൊത്തിക്കൊണ്ട് പോകും അവൻ. പ്രാവ് പരിശുദ്ധാത്മാവ് പോലെ, പ്രാവ് പോലെ പരിശുദ്ധാത്മാവ്. എന്താണ് ആമേനെന്ന് പറയാത്തെ? ഞാൻ ഈ 3 കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുക. മോനെ, എനിക്ക് നിൻ്റെ പേര് ഓർമ്മയില്ല, പക്ഷെ നീ ഓർത്തോ, എന്നേക്കാൾ അപ്പുറമായി ദൈവം നിന്നെ ഉയർത്തുന്നൊരു സമയം വരും. നീ ഒരു ശുശ്രൂഷകനായി മാറുന്നൊരു കാലം വരാൻ പോകുകയാണ്. രാജ്യങ്ങൾക്ക് നീ ഒരു അപ്പോസ്തലനായി മാറുന്നൊരു കാലം. മോനെ, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവിന് താമസമുണ്ടെങ്കിൽ നിൻ്റെ അപ്പനും നിൻ്റെ അമ്മയും നിന്നെ ഓർത്ത് തല ഉയർത്തി, കുതിരയെപ്പോലെ തല ഉയർത്തി നടക്കുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ആ മകൻ്റെ ഹൃദയം തൊടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് കൈ ഉയർത്തി ആ മകനെ അനുഗ്രഹിക്കുകയാ. മോനെ, മുമ്പന്മാർ പലരും പിൻപന്മാരാകും, പിൻപന്മാർ പലരും മുൻപന്മാരാകും. ഈ വചനം ചൊല്ലി ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. അല്ല, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു അമ്മ, ഏതെങ്കിലും ഒരു അപ്പൻ, സുവിശേഷത്തിന് വേണ്ടി വില കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ, സഹോദരി ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടിയുള്ള പ്രോഫസി ഞാൻ കൈമാറുക. അവൻ കടം പറയാത്തൊരു ദൈവമാ. നിങ്ങളുടെ കാലത്ത് പറയില്ല, നിങ്ങളുടെ മക്കളുടെ കാലത്ത് പറയില്ല, നിങ്ങളുടെ മക്കളുടെ കാലത്തും ഇങ്ങനെ കടം പറയാത്തൊരു ദൈവമുണ്ടെങ്കിൽ അതിൻ്റെ യേശു മാത്രമാണ്. പോരല്ലോ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ കർത്താവിൻ്റെ. പിന്മാറാതെ ഞാൻ മാറാതെ, പാടാമോ? പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ. പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ആരുമില്ല, എനിക്ക് വേല ചെയ്യാനൊരു ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? ഞാനൊരു കോയിൻ ബോക്സ് ഇട്ടാണ് വിളിക്കുന്നത്. ഞാൻ കഞ്ഞിക്കുഴി ജംഗ്ഷനിൽ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു. ജസ്റ്റ് 30 minutes വെയിറ്റ് ചെയ്യും, ഞാനവിടെ ഓടിയെത്താം. ഞാനവിടെ കാറുമായി ഓടിയെത്തി. ഇവനെ വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റി. ഇവൻ പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മമ്മി മെൻ്റൽ പേഷ്യൻ്റാണ്, പപ്പ ഇങ്ങനെയാണ്, ആരുമില്ല, എനിക്ക് പെങ്ങളൊരു അനാഥശാലയിലോ എങ്ങോ ആണ്, എനിക്ക് വേല ചെയ്യണം. ഞാൻ പറഞ്ഞു, കയറിക്ക് പോയേക്കാം. നേരെ അവനെ വീട്ടിൽ കൊണ്ടുവന്നു. കാര്യം എന്താണ്? സുവിശേഷത്തിന് വേണ്ടി ഒരാളെയും കൂടി ഒരു നേരം ഭക്ഷണം കൊടുത്ത് വളർത്താൻ പറ്റിയാൽ അതൊരു പ്രിവിലേജാണ്.
ഇവന് ബൈബിൾ പഠിക്കണം. ഞാൻ പെട്ടെന്ന് സയൺ ബൈബിൾ കോളേജ് മല്ലപ്പള്ളിയിലെ കാദേശിലെ അങ്കിളുമായിട്ട് സംസാരിച്ച്, അച്ചായനുമായിട്ട് സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കി. 3 വർഷത്തെ കോഴ്സിന് ഇവനെ എടുത്തു. നേരെ അവിടെ ചെന്നു. ഇവൻ്റെ അപ്പന് വേണ്ടി ഞാനങ്ങ് സൈൻ ചെയ്തു, സ്തോത്രം പറഞ്ഞ്. എന്നിട്ട് ഇവൻ്റെ ഫീസ്, ഇവനുള്ള വസ്ത്രം, ഇവനുള്ള ബക്കറ്റ്, ഇവനുള്ള പുസ്തകം, എന്താ മിണ്ടാത്ത പേന, സ്കെയില്, ആമേൻ. എന്നിട്ട് ഒന്നും കൂടി എഴുതി കൊടുത്തു. വെള്ളിയാഴ്ച ക്ലാസ് കഴിയുമ്പോൾ ഇവിടെ നിർത്തരുത്, എൻ്റെ വീട്ടിൽ വിട്ടേക്കണം. ഇവൻ്റെ വീട് എൻ്റെ വീടാണ്. പ്രൈസ് ഗോഡ്. സന്തോഷത്തോടെ ഇവൻ കരഞ്ഞാണ് പിരിയുന്നത്. 1 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ പരിചയപ്പെട്ട ഒരാൾ ഇവനൊരു ഓഫർ കൊടുത്ത്, നീ ഇപ്പം പോരാങ്കിൽ നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം, ഇത്ര 1000 രൂപ മന്ത്ലി എന്ത് ചെയ്യാം തരാം. ഇവൻ ഒരു സുപ്രഭാതത്തിൽ ബാഗ് എടുക്കുന്നു, രജിസ്ട്രാറിന് എടുത്തിയെന്ന് പറഞ്ഞു, സാറേ ഞാൻ പോവാം, ഇനി ഞാനിവിടെ പഠിക്കുന്നില്ല. ഉടനെ പുള്ളി പറഞ്ഞു, സാം പാസ്റ്ററല്ലേ നിന്നോട് ഉണ്ടാക്കി. ഇവൻ ആ രജിസ്ട്രാറിനോട് ചോദിച്ചു, ഏത് സാം പാസ്റ്റർ? ഞെട്ടിപ്പോയി. പുള്ളി ചാടി പുറത്തിറങ്ങിട്ട് എന്നെ വിളിച്ചു, പാസ്റ്ററെ ഈ നന്ദിയില്ലാത്തവനെ കൊണ്ടാണോ പാസ്റ്റർ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവൻ പോകാൻ റെഡിയായി നിൽക്കുന്നു, അവനിതൊരു ഗോൾഡൻ ഓഫർ കിട്ടിയെന്ന് അവൻ പറയുന്നത്. ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല പാസ്റ്ററെ അവനിപ്പോൾ പോവുക. ഞാൻ പറഞ്ഞു, നോ, 1 അവറിനുള്ളിൽ ഞാൻ അവിടെ എത്താം. ഞാൻ എൻ്റെ ബ്രദറുമായിട്ട് ഓടി അവിടെ എത്തി. എന്നെ നിർത്തി, ഇവനെ നിർത്തി. രജിസ്ട്രാർ ചോദിച്ചു, ഈ പാസ്റ്റർ സാം ജോസഫിനെ നിനക്കറിയാമോ? ഇവൻ നേരിട്ട് പറഞ്ഞു, എനിക്കറിയില്ല. അലറി കരയണമെന്ന് ആഗ്രഹമുണ്ട്, കരയാൻ പറ്റുകയല്ല. കാര്യം ഇങ്ങനെയാണല്ലോ അനുഭവമില്ല, എവരിഡേ ഇങ്ങനെയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു, സാർ ഇവൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ജവി ചോദിക്കണം, പോകാനുള്ള വണ്ടിക്കൂലിയുണ്ടോ? ഇല്ല, കൊടുത്തേ വിടാവൂ. പ്രൈസ് ഗോഡ്. എന്താ സ്തോത്രം പറയാത്ത? ഇവൻ എൻ്റെ മുമ്പിൽ കൂടെ ഇറങ്ങി പോകുമ്പോൾ സാറ് ചോദിച്ചു, വണ്ടിക്കൂലിക്ക് പൈസയുണ്ടോ? എൻ്റെ ഈ പൈസയുണ്ട്. ഏതായി പൈസ എന്നറിയാമോ? ഞാൻ കൊടുത്ത പൈസയാണ്. ഇവൻ പോയി. ആ ബൈബിൾ സ്കൂളിൽ നിന്ന് കണ്ണുനീരോടെ ഞാനും നടന്നിറങ്ങി. ഈ ഇരിക്കുന്ന സഹോദരനോട് എപ്പോഴും പറയും, മേല ഈ പണി ചെയ്യരുത്. ഞാൻ പറഞ്ഞു, മനോജെ അവനൊരിക്കൽ എന്നെ വിളിക്കും, അവൻ തിരിച്ചു വരും, ഞാൻ അവനെ സ്വീകരിക്കും പറഞ്ഞു. ഈ പുള്ളി പറഞ്ഞു, ഈടി മേടിക്കും, നടക്കുകയില്ല ഈ പരിപാടി. എന്താ വേണ്ടാത്ത? ചില മാസം കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു, പാസ്റ്റർ ഐ എം സോറി. ഞാൻ തകർന്നു പോയി. ഞാൻ പറഞ്ഞു, നീഞ്ഞു പോര്. ഇവർ സമ്മതിക്കുക. എന്നാ വേണ്ടാത്ത? പ്രൈസ് ഗോഡ്. ക്രിസ്തുവിലുള്ള മനോഭാവം തന്നെ നമ്മിലും ഉണ്ടാകട്ടെ. ആമേൻ പറഞ്ഞേ പറ്റുകയുള്ളൂ. ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ മനോഭാവം നമുക്കുണ്ട് പ്രിയരെ. ഇല്ലാതെ ഒരിക്കലും അഭിഷേകം ചുമക്കാൻ കഴിയുകയില്ല. ഒരു ശുശ്രൂഷകനാകണോ, നിനക്ക് നിൻ്റെ മനസ്സോ നിൻ്റെ അപ്പൻ്റെ മനസ്സോ അല്ല വേണ്ടേ, യേശുവിൻ്റെ മനസ്സാണ് നിനക്ക് വേണ്ടേ. എത്ര പേർക്ക് ആ മനസ്സ് ദൈവത്തോട് ചോദിച്ച് മേടിക്കാൻ കഴിയും? എത്ര പേർക്ക് ആ മനസ്സ് ദൈവത്തോട് ചോദിച്ച് മേടിക്കാൻ കഴിയും? ചോദിച്ച് മേടിക്കണം, കർത്താവേ എനിക്ക് അങ്ങയുടെ മനസ്സ് തരണം. കുറച്ച് കരയേണ്ടതായി വരും, അലറി കരയേണ്ടതായി വരും, പ്രൈവസി നഷ്ടപ്പെടുത്തേണ്ടതായി വരും, കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടതായി വരും, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടതായി വരും, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപക്ഷെ ഇങ്ങനെ അമ്മാനമാടേണ്ടതായി വരും. സ്തോത്രം പറഞ്ഞ കർത്താവിന്. എന്നാൽ ഇന്ന് കർത്താവ് ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുക. ഒരു നാൾ ഇങ്ങനെ അമ്മാനമാടിയാൽ നിന്നെ പന്ത് വലിച്ചെറിയുന്ന പോലെ രാജ്യങ്ങളുടെ അതിർത്തികളിലേക്ക്, ഒരു എയർപോർട്ടിൽ നിന്നും മറ്റൊരു എയർപോർട്ടിലേക്ക്, കമോൺ, ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് എൻ്റെ ദൈവം നിന്നെ വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സ്നാനപ്പെടാത്ത ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഒരച്ചാച്ചൻ്റെ മുഖത്ത് നോക്കി നീ ഇനി ഇരിക്കരുത്. ഇന്ന് നീ ചാടി ഇറങ്ങിക്കോണം. ഇതുപോലെ വിശ്വസ്തനായ ഒരു ദൈവം ഉലകത്തിൽ വേറെ ഇല്ല. കമോൺ, വേറെ ഇല്ല. കമോൺ, വേറെ ഇല്ല. ആരെ പേടിക്കാനാ നീ? ആരെ പേടിക്കാൻ? ആരോട് കണക്ക് കൊടുക്കാൻ? ആരെ പേടിക്കാനാ? യേശു കർത്താവിന് കൈ കൊടുത്ത് നീ ചാടി ഇറങ്ങി കളത്തിലേക്ക്. എന്നാണെങ്കിലും നീ ഇറങ്ങണം. ഇന്നാണെങ്കിൽ ഒരു ദിവസം മുമ്പേ നിനക്ക് അവൻ്റെ വേല തികയ്ക്കാൻ കഴിയും. ഇന്ന് രാവിലെ ഞാൻ ഈ ബാബുച്ചനോട് ചോദിച്ചു, അച്ഛാ അവനൊരു വിഷമം ഇല്ലേ? ഇപ്പോൾ നേരത്തെ ഇറങ്ങേണ്ടതല്ലായിരുന്നോ എന്നൊരു വിഷമം. എന്താണ് അവനെന്ന് പറയാത്തത്? നേരത്തെ ഇറങ്ങേണ്ടതല്ലായിരുന്നു. ഓഗസ്റ്റ് 2 വരുമ്പോൾ എനിക്ക് 40 വയസ്സായി. എൻ്റെ അകത്തൊരു ചെറിയ പ്ലസ് പോയിൻ്റ്, പകുതി ആയുസ്സും ഓടാനുള്ള ഭാഗ്യം എൻ്റെ കർത്താവ് എനിക്ക് നൽകി. പകുതി ആയുസ്സും ഓടാനുള്ള ഭാഗ്യം. എന്താണ് ആമേനെന്ന് പറയാത്തെ? ഞാൻ എത്തിയിട്ടില്ല, ഇനി എത്ര നാളെന്ന് എനിക്കറിയില്ല. അവിടെ ചെല്ലുമ്പോൾ എന്താ എനിക്ക് ലഭ്യമാകുന്നത്? ഓടിയതിൻ്റെ കുറേ എനിക്ക് കർത്താവ് തരും. പക്ഷേ എൻ്റെ 19-ാമത്തെ വയസ്സിൽ തുടങ്ങിയത് 15-ാമത്തെ വയസ്സിൽ തുടങ്ങുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ 40-ന് ശേഷം ഇറങ്ങിയ നിങ്ങളോട് ഞാൻ കൈമാറുന്നു, ഇനി എത്ര ഫാസ്റ്റായിട്ട് ഓടിയാൽ അവൻ്റെ ഒപ്പം എത്താൻ കഴിയും. എൻ യേശുവുക്കായി நான் ஓடுகிறேன், என் இயேசுவுக்காய் நான் ஓடுகிறேன். படிக்க, என் இயேசுவுக்காய்
நான் ஓடுகிறேன். படிக்க. ஓடுகிறேன், நான் ஓடுகிறேன் என் இயேசுவுக்கா, என் இயேசுவுக்கா. അതിനകത്തൊരു വരിയുണ്ട്, എൻ മണവാളൻ യേശു രാജാവേ ഞാൻ കാണവേ വാഞ്ചിக்கிறேன், എൻ ആശയെല്ലാം എൻ യേശു താനേ, അവർ പൊന്മുഖം താൻ. ഞാൻ എല്ലാവരും അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറ, ആശ യേശുവാന്ന് പറ. പറയുന്നേ ആശ ആരാണ്? പറ, 2-3 പേർക്ക് കൈ കൊടുത്ത് പറ, ആശ യേശുവാണ്. എൻ മണവാളൻ യേശു രാജാവേ ഞാൻ കാണവേ വാഞ്ചിக்கிறேன், എൻ ആശയെല്ലാം എൻ യേശു. ഇത് പറഞ്ഞിട്ട് പോലും നിങ്ങളുടെ മുഖം ഇങ്ങനെ നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ സ്റ്റൈലിലിരിക്കാതെ, എൻ മണവാളൻ യേശു രാജാവേ ഞാൻ കാണവേ വാഞ്ചിக்கிறேன், എൻ മണവാളൻ യേശു രാജാവേ ഞാൻ കാണവേ വാഞ്ചിக்கிறேன், എൻ ആശയെല്ലാം എൻ യേശു താനേ, എൻ ആശയെല്ലാം എൻ യേശു താനേ, അവർ പൊന്മുഖം താൻ ഞാൻ പാർക്കണുമേ, അവർ പൊന്മുഖം താൻ ഞാൻ പാർക്കണുമേ, എൻ മണവാളൻ യേശു രാജാ ഞാൻ കാണവേ വാഞ്ചിக்கிறேன், എൻ മണവാളൻ യേശു രാജാ நான் காணவே வாஞ்சிக்கிறேன், என் ஆசையெல்லாம் என் இயேசு தானே, என் ஆசையெல்லாம் என் இயேசு தானே, அவர் பொன்முகம் தான் நான் பார்க்கணுமே, அவர் பொன்முகம் தான் நான் பார்க்க. எத்தனை தான் இடர்கள் வந்தாலும் விசுவாசத்திலே நிலைத்திருப்பேன், எத்தனை தான் இடர்கள் வந்தாலும் விசுவாசத்திலே நிலைத்திருப்பேன், எனக்காக அப்பா நியமித்தே, எனக்காக அப்பா நியமித்தே, அவர் பாதையிலே நான் ஓடுகிறேன், அவர் பாதையிலே நான் ஓடுகிறேன், ஓடுகிறேன் நான் ஓடுகிறேன், ஓடுகிறேன் நான் ஓடுகிறேன், என் இயேசுவுக்கா நான் ஓடுகிறேன், என் இயேசுவுக்கா நான் ஓடுகிறேன். லாபமான அனைத்தையுமே நான் நஷ்டம் என்று கருதுகிறேன். தூதாய் நம்மளோட தூதா. லாபமான அனைத்தையுமே நான் நஷ்டம் என்று கருதுகிறேன், ராஜாவின் இந்த சேவைக்காக மகிழ்ச்சியுடன் நான் ஓடுகிறேன், ராஜாவின் இந்த சேவைக்காக சிரிச்சு கொண்டு நான் ஓடுகிறேன், சிரிச்சு கொண்டு நான் ஓடுகிறேன். கமான், ஓடுகிறேன் நான் ஓடுகிறேன், படமோ ஓடுகிறேன் நான் ஓடுகிறேன், இயேசுவுக்கா நான் ஓடுகிறேன், இயேசுவுக்கா. എല്ലാ ദിവസവും ബെറാക്കായിൽ ഞാൻ ആദ്യം പോകുമ്പോൾ 10 വർഷമായി, ഇപ്പോൾ ബെറാക്കായി പോയതിന് ശേഷം 10 വർഷം കഴിയുന്നു. അന്ന് എസയ്ക്കാണൻ്റെ വായിൽ നിന്ന് കിട്ടിയ പാട്ടായത്. എഴുതിയത് വിൽസൺ പാസ്റ്ററാണെങ്കിലും ഇത് ചലിപ്പിച്ചത് പുള്ളിയാണ്, അങ്ങനെ എസയ്ക്കുക. പക്ഷേ ആ കാര്യത്തിൽ അഭിഷേകം വിൽസന് തന്നെയാണ്. യെസ്, എൻ മണവാളൻ യേശു രാജാവേ ഞാൻ കാണവേ വാഞ്ചിக்கிறேன், എൻ ആശയെല്ലാം എൻ യേശു താനേ, അവർ പൊന്മുഖം താൻ. അത് മിനിസ്ട്രിയുടെ ക്ലൈമാക്സാണ്. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? അവൻ്റെ പൊന്നുമുഖം കാണുന്നതാണ് മിനിസ്ട്രിയുടെ ക്ലൈമാക്സ്. ഈ ആത്മഭാരമുള്ളവരുടെ ലക്ഷണം എന്നാണെന്നറിയാമോ? നിങ്ങൾ ചെക്ക് ചെയ്തു, ഒരാൾ സ്നാനജലത്തിലേക്ക് ഇറങ്ങുമ്പോൾ കരയ്ക്ക് നിൽക്കുന്നവരുടെ കണ്ണ് നിറയാറുണ്ട്. എന്നാ കാര്യം? ഇതാ ഭാരം.
എന്താ സ്തോത്രം പറയാത്തെ? ആമേൻ പറ, ആമേൻ പറ. എന്നാസയെല്ലാം എന്നേശു താനേ, അവർ പൊന്മുഖം താൻ ഞാൻ പാർക്കണുമേ. എന്നാസയെല്ലാം എന്നേശു താനേ, അവർ പൊന്മുഖം താൻ ഞാൻ പാർക്കണുമേ. പാടിക്കേ. എന്നാസയെല്ലാം എന്നേശു താനേ, അവർ പൊന്മുഖം താൻ ഞാൻ പാർക്കണുമേ. എന്നാസയെല്ലാം യേശു താനേ, അവർ പൊന്മുഖം താൻ ഞാൻ പാർക്കണുമേ. എന്നാസയെല്ലാം ആ കൈയൊന്ന് ഉയർത്തിയൊന്നടിച്ചേ. പരമ അളപ്പിൻ പന്തയപ്പൊരുളുക്ക ഞാൻ ലക്കെ നോക്കി ഓടുകിറേ. ആ ഓടുകിറേ, ഞാൻ ഓടുകിറേ, എന്നേശുവുക്കാ ഞാൻ ഓടുകിറേ. ഓടുകിറേ, ഓടുകിറേ, എന്നേശുവുക്കാ ഞാൻ ഓടുകിറേ. ഒരേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് നമ്മളിത് പാടാൻ പോവാം. പാടാൻ പോവല്ല, ആടാൻ പോവാം. നോ ആടാൻ പോവല്ല, നൃത്തം ചവിട്ടാൻ പോവാം. നോ നൃത്തമല്ല, ആനന്ദ നൃത്തം. ഈസിക്കൽ ടു ജയോത്സവം. ചേർന്ന് പറ, ജയോത്സവം. നിങ്ങൾ ഒത്തുപിടിച്ചാൽ ഈ കൺവെൻഷൻ ഉത്സവമായി മാറും. നിങ്ങൾ കണ്ടു, ഹൈറേഞ്ച് മുഴുവൻ ഉറ്റുനോക്കുന്നൊരു സ്ഥലമായി വാഗമണ്ണിനെ ദൈവം മാറ്റും. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടല്ല, മറിച്ച് അഭിഷേകം ചലിക്കുന്ന ജനത്തിന് ഫ്രീ ആയിട്ട് ദൈവത്തെ ആരാധിക്കാനുള്ള സഭകൾ തമ്പുരാൻ പണിതുകൊണ്ടിരിക്കുന്ന സമയമാണ്. ടെൻഷൻ അടിച്ച് വരുന്ന ജനം, മുറിവേറ്റ് കരഞ്ഞ് അലഞ്ഞ് വരുന്ന ജനം ഉടഞ്ഞ് പോകുന്ന വഴി റീത്ത് മേടിച്ചുകൊണ്ട് പോകുന്നതല്ല സഭ. ഉള്ള റീത്ത് പൊട്ടിച്ച് വല്ല അരി വല്ലതും ഉണ്ട് കിളിപ്പിച്ചിടുന്നത് ആ സഭ. ആമേൻ പറ കർത്താവിന്. ജനത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് സഭ. ഓ, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറമായ അവൻ്റെ ശരീരമാകുന്ന സഭ. ചേർന്ന് പറ, ശരീരമാകുന്ന സഭ. പറ, നിറയ്ക്കുന്നവൻ്റെ നിറവ്. പറ, നിറയ്ക്കുന്നവൻ്റെ നിറവ്, ശരീരമാകുന്ന സഭ. ഓ ഹല്ലേലൂയ. ചേർന്ന് പറ, നിറവ് വരുമ്പോൾ കുറവ് മാറും. ഹല്ലേലൂയ. ഏയ് ഹല്ലേലൂയ. എന്നേശുവുക്കായി ഞാൻ ഓടുകിറേ. സ്വർണം ആർക്ക് വേണ്ടി പറയുന്നേ? യേശുവിന് വേണ്ടി പറ. എന്താ ഓടുമെന്ന് പറയാൻ കാര്യം? നടന്നാൽ എത്തുകയല്ല. ഇതുകൊണ്ടാണ് എത്ര അച്ചാച്ചന്മാർ നടക്കുന്നുണ്ടെന്നറിയോ? 25 വർഷമായിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുക? നടക്കുക. എന്താ വേണ്ടത്? നടന്ന് ഇടപാട് തീർന്നു. പിന്നല്ലാതെ സ്തോത്രം പറ കർത്താവിന്. പക്ഷെ നിന്നെ വിളിച്ച് നടക്കാനല്ലോ, ഓടാൻ വേണ്ടി. ഇന്ന് നീ ഓടിയാൽ അടുത്ത വർഷം നീ പറക്കും. ഈ വർഷം നിറഞ്ഞാൽ അടുത്ത വർഷം പറക്കും. ഫിൽ ആൻഡ് ഫ്ലൈ. കമോൺ, ഫിൽ ആൻഡ് ഫ്ലൈ. ഈ വർഷം നിറയുക, അടുത്ത വർഷം പറക്കുക. കമോൺ, ബൗണ്ടറി പൊട്ടിച്ച് നിന്നെ അയക്കുകയെന്ന് പറഞ്ഞ പിശാചിൻ്റെ ഉച്ചയ്ക്ക് മുകളിൽ കൂടി വളരെ പെട്ടെന്ന് പറന്ന് അക്കരെ എത്തത്തക്കവണ്ണം ആത്മാവ് ഓടുന്ന നിന്നെ പറപ്പിക്കുന്നൊരു കാലം വന്നിരിക്കുന്നു. ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല രാജ്യത്തിൻ്റെ ആൾക്കാരില്ലേ ഓടാൻ? ആഫ്രിക്ക, ബെൻ ജോൺസൺ, കാൽ ലൂയിസ് ഇല്ലേ? അമേരിക്കൻ രാജ്യത്തെ, ആഫ്രിക്കൻ രാജ്യത്ത്. ഈ സമയത്ത് ഗ്യാലറിയിൽ ഇരിക്കുന്നവരെന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഇരുന്നുണ്ട്. എന്നായി ഓട്ടം തീരുന്നത്? എത്ര നേരം ഇങ്ങനെ ഇരിക്കണം? വന്നു പോയല്ലോ എന്ന് പറഞ്ഞ് പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് 1 മണിയാകാൻ കാത്തിരിക്കുന്നവരെ പോലെയാണോ ഗ്യാലറിയിൽ ആളിരിക്കുന്നത്? സോറി കേട്ടോ. ഈ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന അസംഹാരം എപ്പോൾ തീരും? ഇടയ്ക്കിടയ്ക്ക് ഈ കൈ ഉയർത്തി അല്ലേലിയ പറയും. കാര്യം വാച്ച് സമയമായെന്ന. എന്നിട്ട് എല്ലാവരും കാണുക, മെയിൻലി സ്റ്റേജിലിരിക്കുന്ന പാസ്റ്റർ കാണുക പരസ്യമായിട്ട് എന്ന് വെച്ചാൽ 1 മണിയാകുന്നു. എന്നാ മിണ്ടാത്ത? സ്തോത്രം പറയുന്നില്ല കർത്താവ്. ചിലർ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്തായിട്ട് ഇതിട്ടുകൊണ്ട് വരുന്നത്. പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത്. ഇത് വചനമാകട്ടോ. പണ്ട് കർത്താവിനെ ഒറ്റ കല്ലറയിലാണ് അടക്കിയത്. ഇന്ന് എത്ര കല്ലറയിലാണ് അടക്കുന്നറിയോ? ഇത് ആദ്യം എടുത്ത് പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് ഇടും. എന്നിട്ട് ഈ കവർ എടുത്ത് വാനിറ്റി ബാഗിൻ്റെ അകത്ത് വെക്കും. എന്നിട്ട് ഈ വാനിറ്റി ബാഗ് എടുത്ത് കക്ഷത്ത് വെക്കും. എന്നിട്ട് സാരി കൊണ്ട് ഇതിനങ്ങ് മൂടും. എത്ര കല്ലറയായി ഈശോമിശിഹായേ. നാണമാണിത് എടുത്തുകൊണ്ട് നടക്കാൻ. ഇവിടെ ലജ്ജിച്ച അവിടെ ലജ്ജിക്കും സാറേ. ഇതാ സ്നാനപ്പെടാനുള്ള രഹസ്യം. സ്നാനപ്പെട്ടതിൻ്റെ രഹസ്യം ഇതാണ്. ഇവിടെ ലജ്ജിച്ചാൽ അവിടെയും എന്ത് ചെയ്യും?
അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ മുങ്ങിയത്. അതുകൊണ്ട് മുങ്ങാത്തൊരാളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പം മുങ്ങിപ്പോകരുത്, സ്നാനപ്പെട്ടിട്ടേ പോകാവൂ. ഇപ്പം മുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുക്കും. ഞാൻ അങ്ങനെ എവിടെല്ലാം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി മുക്കിയിട്ടുണ്ടെന്നറിയോ? സ്വോത്രം പറകർത്താണ് എന്നെ അഭിഷേകം എന്ന് പറഞ്ഞ് ഈ കൈ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അതൊരു കൈ തന്നെയാണ്. കരവീർത്തിൽ അല്ലിയ പ്രതീകത്തിൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഗാലറി എല്ലാം ആ സമയത്ത് അപ്പ് അപ്പ് അപ്പ്. എങ്ങനെ അപ്പ് ചെയ്യുന്നേ? ഹൈ റേഞ്ചുകാരൻ്റെ ഒരാൾ ഓടാനുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കും അപ്പ് ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. ഇന്ത്യക്കാരനൊരാളുണ്ടെങ്കിലോ? എന്നാ ദേശസ്നേഹം അല്ലേ? ദേശസ്നേഹം ഭയങ്കരമാണ്. യെസ് ഓർ നോ? ദേശസ്നേഹം. നമ്മൾ കൊച്ചിലെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അന്നിത് പാടുമ്പം വീട്ടിൽ പോകാനുള്ള ചിന്തയാണ്. ഇന്നിത് പാടുമ്പോൾ രാജ്യത്തെ പിടിക്കാനുള്ള ചിന്തയാണ്. സോറി, ഇരുന്നുകൊണ്ട് പാടാനുള്ളതല്ലത്. ഇത് അവസാനം സല്യൂട്ട് ചെയ്ത് പാടാനുള്ളതാണ്. ഇത് രാജ്യത്തിന് വേണ്ടിയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു. നോ, ഇന്ത്യ എൻ്റെ സ്വന്തം രാജ്യമാകുന്നു. എന്താണ് ആമേ പറയാത്തത്? ഇപ്പം സിരകളിൽ കൂടി ഇങ്ങനെ എന്തോ ഒന്ന് കയറുമല്ലേ? കയറണം. എന്താ ആമേൻ പറയാത്തത്? കയറണം. ഇന്ത്യക്കാരനായത് നീ അഭിമാനം കൊള്ളണം, അഭിമാനിയാകണം. രാജ്യത്തെ ഉണർത്തുന്ന എൻ ടൈം റിവൈവൽ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യക്കകത്തു നിന്നാണ് പോകാൻ പോകുന്നത്. അതിന് ദൈവത്തിന് കുറേ വീരന്മാരെ, കുറേ ശക്തന്മാരെ, കുറച്ച് തീ പിടിച്ച പടയാളികളെ, കുറച്ച് അഗ്നി അഭിഷേകമുള്ള ചിലതിന് എൻ്റെ ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ആ അഭിഷേകം അകത്ത് കയറിയ ദൈവത്തിൻ്റെ ജനത്തിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവൻ ചാടിയിറങ്ങും. കാര്യം ഈ രക്തം രാജ്യത്തിന് വേണ്ടിയാണ്. പടയാളികളാണ് നാം, ആർമിയാണ്, ദൈവത്തിൻ്റെ ആർമിയാണ്, ഗോഡ്സ് ആർമി. ഈ ആർമിയെ ദൈവം യൂസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഭാരതത്തിൻ്റെ അകത്തുനിന്ന് ആരും അറിയാതെ കിടക്കുന്ന ഹൈ റേഞ്ചുകാരനെ അഭിഷേകത്തിൻ്റെ തീനാളമാക്കി ഉപയോഗിപ്പാൻ ദൈവം മനസ്സ് വെച്ചാൽ അതിൽ ഞാനുണ്ടെന്ന് പറയാൻ കൃപയുള്ളവർ എത്ര പേരിന്ന് പകലിവിടെയുണ്ട്? ഓടുകയാ, ഓട്ടക്കാർ ഓടുക. ശ്രദ്ധിക്കൂ, ഓട്ടക്കാരല്ല ഓടുക. വളരെ പെട്ടെന്ന് എങ്ങനെയോ പേശു വലിഞ്ഞതാണോ, നിലത്ത് തട്ടിയതാണോ, ഒരുവൻ കാരണം മറിഞ്ഞ് താഴെ വീണു. പല കാരണം മറിഞ്ഞതുകൊണ്ട് അസ്ഥി ഒടിയുകയോ മുറിയുകയോ ചെയ്തു. കാല് പൊട്ടി, ചോര വന്നു. ഓട്ടം മെല്ലെയല്ലല്ലോ, ഒന്നാം സ്ഥാനം കിട്ടാനുള്ള ഓട്ടമല്ലേ. ആവലോടുള്ള ഓട്ടത്തിൽ ഒത്തിരി കാരണം മറിഞ്ഞതുകൊണ്ട് ചോര ഒത്തിരി വരാൻ തുടങ്ങി. പക്ഷെ വീണവനെ അല്ല ഓഡിയൻസ് ശ്രദ്ധിക്കുന്നേ. ഫസ്റ്റ് മേടിക്കാൻ ഇതര ട്രാക്കിൽ ഓടുന്നവരുണ്ട്. എല്ലാവരും അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോഴത്തെ വീണ് കിടന്നവൻ ചാടി എഴുന്നേറ്റു. അവൻ നോക്കിയപ്പോൾ മനസ്സിലായി ഇനി ഓടാൻ പറ്റുകയില്ല. ഇനി ഗാലറിയിലേക്ക് പോകുമല്ലാതെ വേറെന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യാനില്ല. വളരെ മെല്ലെ വീണ് എഴുന്നേറ്റു. ഫിനിഷിങ്ങിലേക്ക് പോകാനുള്ളവൻ ഗാലറിയിലേക്ക് എന്ത് ചെയ്യുക? കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കൽക്കുടി ചോര ധാരധാരയായി ഒഴുകുന്നുണ്ട്, രക്തം ഒഴുകുന്നുണ്ട്. എല്ലാവരുടെയും നോട്ടം ഇവനിലല്ല, ഫിനിഷ് ചെയ്യാൻ പോകുന്നവരിലാണ്. ഇവൻ അടുത്തിരിക്കുന്ന ഗാലറി ഇരിക്കുന്നവനോട് പറഞ്ഞു, ഒരു തുണി എങ്ങനെയെങ്കിലും തരാമോ? മുറിഞ്ഞ കാലായതുകൊണ്ട് അവൻ കൊടുത്തിട ഒരു തുണി. പെട്ടെന്ന് ആ മുറിവിലേക്ക് ആ തുണി ഒന്ന് വലിച്ചങ്ങോട്ട് കെട്ടി. സ്വാഭാവികമായി അത് സത്യമാണ്. പക്ഷേ മുറിവ് കെട്ടിയവൻ പിന്നെയും പഴയ ട്രാക്കിലേക്ക് കരഞ്ഞുകൊണ്ട് വേദനയുള്ള കാലുമായി കരഞ്ഞുകൊണ്ട് പഴയ ട്രാക്കിൽ അവൻ വന്നു. അവൻ മെല്ലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഗാലറിയിൽ നിന്ന് ജനം എഴുന്നേറ്റു. എല്ലാവരും പോവുക, കാര്യം ഫിനിഷിങ് കഴിഞ്ഞു. പക്ഷെ ഇവൻ്റെ ഫ്രണ്ടിൽ ഒരു ട്രാക്കുണ്ട്, ഇവന് മാത്രമുള്ള ട്രാക്ക്. ഇവൻ ആ ട്രാക്ക് തെറ്റാതിരിക്കാൻ സൂക്ഷിച്ച് എഴഞ്ഞുകൊണ്ട് വേദനയുള്ള ആ ഹൃദയത്തോടെ, ചോര ഒലിയുന്ന കാലിലൂടെ, നിറയുന്ന കണ്ണോടെ, മണിക്കൂറുകൾ കൊണ്ട് എഴഞ്ഞും നീന്തിയും ട്രാക്ക് തെറ്റാതിരിക്കാൻ നോക്കുക. എന്താ? ആ ഫിനിഷിങ്ങിൽ ഇവനെത്തണം. എല്ലാവരും പോയി, ഇവൻ എഴഞ്ഞും നീന്തിയും നേരെ ട്രാക്കിൽ ഫിനിഷിങ്ങിലേക്ക് വരികയാണ്. എൻ യേശുവുക്കായി നടക്കരുത് പിന്നെ പറ സഹോദരങ്ങളെ. പക്ഷേ ആ ഗാലറിയിൽ ഒരാൾ പോകാതെ നിന്നു. കാര്യം
അവനെ ചൊടിപ്പിച്ചു. അവൻ വിചാരിച്ചത് ഇവൻ ഗാലറിയിൽ വന്ന് തുണി മേടിച്ച് കെട്ടിയിട്ട് ഇവൻ്റെ രാജ്യത്തെ ആൾക്കാരുമായിട്ട് ഇവൻ എന്ത് ചെയ്യും? പരാജയം മണത്തുകൊണ്ട് തിരിച്ചു പോകും. പക്ഷെ ഇവൻ തിരിച്ചു വന്ന ആ പഴയ ട്രാക്കിൽ നിന്നിട്ട് എഴഞ്ഞ് പക്ഷെ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്, ട്രാക്ക് തെറ്റാതെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. ഇവൻ എഴുന്നേറ്റ് നിന്നു. ഈ മനുഷ്യൻ ആ ഗാലറിയിൽ നിന്ന് ഓടിയെത്തി ഇവനെ പിടിച്ചിട്ട് ചോദിച്ചു, എന്തു പറ്റി? കാല് മുറിഞ്ഞത് ഞങ്ങൾ കണ്ടു, തകിടം മറിഞ്ഞ് വീണത് ഞങ്ങൾ കണ്ടു. പക്ഷെ നീ ഗാലറിയിലേക്ക് നടന്നു എഴഞ്ഞും വന്നപ്പം ഞാൻ വിചാരിച്ചത് തിരിച്ചു പോകാനാ. പക്ഷെ നീ പോയില്ല. ഒരു തുണി മേടിച്ച് കെട്ടി പഴയ ട്രാക്കിൽ വന്നിട്ട് മണിക്കൂറുകൾ കൊണ്ട് നീ ഫിനിഷിങ്ങിലെത്താൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഇവൻ പറഞ്ഞ കാര്യം ലോകപ്രസിദ്ധമാണ്. ഇത് ഞാനിവിടെ പറയുമ്പോൾ ചിലരുടെ ഉള്ളം പൊട്ടും. ഒരാളെങ്കിലും ഇന്ന് സുവിശേഷ വേലയ്ക്ക് കൈ കൊടുത്തിരിക്കും. യേശു അത് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ സമർപ്പിക്കാൻ തയ്യാറാ. അവൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഒന്നാം കാര്യം, എന്നെ ഇങ്ങോട്ട് അയച്ചത് എൻ്റെ വീടല്ല, എൻ്റെ രാജ്യമാണ്. ഞാൻ തിരിച്ചു ചെല്ലുന്ന എൻ്റെ വീട്ടിലോട്ടല്ല, എൻ്റെ രാജ്യത്തോട്ടാണ് ഞാൻ തിരിച്ചു ചെല്ലുന്നേ. ഇന്നവന്റെ ശക്തിയെ ദൈവം പകരുകയാ. എത്തനൈതാൻ ഇടറുകൾ വന്നാലും വിശ്വാസത്തിലെ. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞ കാര്യം, ഒന്നാമത് പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് അയച്ചത് എൻ്റെ വീടല്ല, പിന്നെ എത്ര പേർ വിശ്വസിക്കും? എൻ്റെ പുറകിലൊരു വീടല്ലുള്ളേ, എൻ്റെ ബന്ധക്കാരല്ലുള്ളേ. എന്നെ ഇങ്ങോട്ട് അയച്ചത് വീടല്ല, ഇങ്ങോട്ട് ഈ കളത്തിൽ ഇറക്കിയത് രാജ്യമാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവർ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? അതിൽ അഭിമാനമുള്ളവർ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? നമ്പർ 2, ഇദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പ്രസിദ്ധമായ കാര്യം, എൻ്റെ രാജ്യം എന്നെ ഇങ്ങോട്ട് അയച്ചത് സ്റ്റാർട്ട് ചെയ്തിട്ട് വരാനല്ല, സ്റ്റാർട്ട് ചെയ്തിട്ട് പോരാന്ന് പറഞ്ഞിട്ടല്ല എന്നെ അയച്ചേ. ഫിനിഷ് ചെയ്തിട്ടേ വരാവ്, ഫിനിഷ് ചെയ്തിട്ടേ വരാവ്, ഫിനിഷ് ചെയ്തിട്ടേ വരാവ്. ഇവിടെ നിൽക്കുന്ന സകലർക്കും ദൈവം കൈമാറുന്നു. ഫിനിഷ് ചെയ്തിട്ടേ വരാവൂ. എനിക്ക് ഷിബു പാസിനെ ഓവർടേക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യണ്ട, എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി. പാസ് ബിനോയെ ഓവർടേക്ക് ചെയ്തിട്ട് എനിക്ക് ഫിനിഷ് ചെയ്യണ്ട, എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി. എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി. ഓ ജീസസ്. ഹൈറേഞ്ചിലെ ബാബു പാസിനെ കുറച്ച് പുറകോട്ട് തള്ളിയിട്ടിട്ട് എനിക്ക് മുമ്പിൽ കയറി ഓടി ഒന്നാമത് ഫിനിഷ് ചെയ്യണ്ട, എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി, എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി, എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി. ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കും, ഒരിക്കൽ പോലും ഷിബു പാസിന്റെ ട്രാക്കിൽ എൻ്റെ ഒരു കാല് വരാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കൽ പോലും ബാബു പാസിന്റെ ട്രാക്കിലേക്ക് അറിയാതെ പോലും എന്റെ കാല് വരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്ക് തെറ്റാതെ ഞാൻ ഫിനിഷ് ചെയ്തിരിക്കും. ശക്തി ഇറങ്ങുക. ചിലർ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയുകയാ. ശക്തമായ ലെവലിൽ ദൈവത്തിന് ജനനെ യൂസ് ചെയ്യാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. അവൻ നിന്റെ മേൽ ഏൽപ്പിച്ച ദൗത്യം, കൊച്ചുനാളിൽ ഏൽപ്പിച്ച ദൗത്യം എവിടെ? കൊച്ചുനാളിൽ തന്ന ദർശനം എവിടെ? സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെ തൊട്ട സ്പർശനം എവിടെ? ഒരു തിരിച്ചറിവും ഇല്ലാതിരുന്ന കാല, ഇത്രയും ഗ്ലാമർ ഇല്ലാതിരുന്ന കാല, ഇത്രയും ഫിനാൻഷ്യൽ ഉയർച്ച ഇല്ലാതിരുന്ന കാല, നിന്നെ ഏൽപ്പിച്ച ദർശനം എവിടെ? ഈ മകളെ ഞാൻ അഭിഷേകവും ദർശനവും ദൗത്യവും പൂർത്തീകരിക്കാൻ ഈ പ്രായത്തിലൊരു അഭിഷേകത്തെ ഞാൻ പകരുകയാ. ഈ പ്രായത്തിലൊരു അനോയിന്റിംഗ് ഞാൻ റിലീസ് ചെയ്യുകയാ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങി വരട്ടെ കർത്താവേ. ആ ദർശനത്തിലേക്ക് മടങ്ങി വരുവാൻ, ആ അഭിഷേകത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് മടങ്ങി വരാൻ അവൻ നിന്നെ ഇന്ന് തൊടുകയാണ്. അവൻ നിന്നെ ഇന്ന് വിളിക്കുകയാ. സ്റ്റാർട്ട് ചെയ്ത നീ ഇനി തിരിച്ചു വന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ടൈമില്ല. ഓൾറെഡി സ്റ്റാർട്ടിങ് കഴിഞ്ഞു.
എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി കർത്താവേ. എനിക്ക് ആരെയും ഓവർടേക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യണ്ട, ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഫിനിഷ് ചെയ്യണ്ട, എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി അപ്പ. ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. ആരെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ആരോടും കമ്പയർ ചെയ്ത് എനിക്ക് ഓടി ഓടി എത്തണ്ട യേശുവേ, എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി എന്ന് എത്ര പേർ പറയും? ഉള്ളതോർത്ത് പറയും എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി. എനിക്ക് ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം. യേശുവിന്റെ നാമത്തിന് വേണ്ടി ഓടി. ആരെയും ഫോക്കസ് ചെയ്യണ്ട, എല്ലാവരും പരിശുദ്ധാത്മാവിലേക്ക് നടന്നു. ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ അത് ലാഭം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ, നല്ല ദാസനായി തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനാ, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനാ, നല്ല ദാസനായി തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി നല്ല ദാസനായി. കഴിഞ്ഞ ദിവസം ഞാൻ അലറി കരഞ്ഞു പാടിയൊരു വരി, ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയ തെന്നറിയൂ. അങ്ങേ കരയിൽ നിന്നും നാം നേടിയ തെന്നറിയും. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയ. എത്ര ഒരു തീരുമാനമെടുത്തു, എനിക്ക് ആരും തോപ്പിച്ച് ഫിനിഷ് ചെയ്യണ്ട, എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി. എത്ര പേർ തീരുമാനിച്ചു? എനിക്ക് നിങ്ങളുടെ സാക്ഷ്യം കേൾക്കണം. എനിക്ക് ഫാസ്റ്റിനെ തോപ്പിക്കണ്ട, പക്ഷെ എനിക്ക് ഫിനിഷ് ചെയ്യണം. എൻ്റെ ഫിനിഷിങ്ങിന് ഇദ്ദേഹം തടസ്സമല്ല, ഫിനിഷിങ്ങിന്. പക്ഷെ ഒരു കാര്യം, പാസ്റ്റർ ബാബു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഓട്ടക്കളത്തിൽ ഈ പടയാളി മുറിവേറ്റു. പാസ്റ്റർ മുറിവേറ്റ് കിടക്കുക. ഇദ്ദേഹത്തിൻ്റെ അകത്ത് രണ്ട് ചിന്ത, എന്നെ പൊക്കിയെടുക്കണോ അതോ എൻ്റെ രാജ്യത്തെ രക്ഷിക്കണം. ഇദ്ദേഹത്തെ പൊക്കിയെടുക്കാൻ ഞാൻ മനസ്സ് വെച്ച് ഇവിടെ നിന്നാൽ അടുത്ത പടയാളി കയറി വന്ന് ഇദ്ദേഹത്തെ വെട്ടും. ആ സമയത്ത്
പറ്റുമെങ്കിൽ എൻ്റെ തലയ്ക്ക് മുകളിൽ ചവിട്ടി നിന്നാണെങ്കിലും മറ്റവനെ അരിഞ്ഞിരിക്കണം. അരിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അവനെ വെട്ടാൻ കിടക്കുന്ന എൻ്റെ അത്രയും ഹൈറ്റ് പ്രയോജനമെങ്കിൽ റൈറ്റ്, വെട്ടിയിരിക്കണം. രാജ്യത്തെ രക്ഷിച്ചിരിക്കണം. എനിക്ക് ആരെ ഓവർടേക്ക് ചെയ്ത് എന്ത് ചെയ്യണ്ട, ഫസ്റ്റിലെ പോയി എന്ത് ചെയ്യണ്ട, ഫിനിഷ് ചെയ്യണ്ട. ഒരാൾ ഓവർടേക്ക് ചെയ്ത് എന്നെ ഓവർടേക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് ബിനോയാണ്ട് കുഴപ്പമില്ല. ഓവർടേക്ക് ഓക്കെ, ഞാൻ ബിനോയ് ഓവർടേക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം പിന്നെ പ്രശ്നമില്ല. ഓവർടേക്ക് ചെയ്യാൻ നേരത്ത് ബിനോയ് എന്ത് പറയും? യെസ് പാസ്റ്റർ, ഓടിയാട്ടെ, നോ പ്രോബ്ലം. ഫസ്റ്റിലെ ഫിനിഷ് ചെയ്താട്ടെ, എനിക്കത് വിഷയമല്ല. എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി. തീർത്ത് പറ, എനിക്ക് ഫിനിഷ് ചെയ്താൽ മതി. പറയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഓക്കെ, ഇപ്പോൾ ഈ സന്ദേശം കേട്ടു. ഓക്കെ, ഒരു നല്ല സ്റ്റാർട്ടിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. നോ, ഇനി അതിന് ടൈമില്ല. റീസ്റ്റാർട്ട് ചെയ്യാൻ ടൈമില്ല. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. എല്ലാവരും പറഞ്ഞു, പാസ്റ്റർ ബാബു പ്ലീസ്, ഭയങ്കര കൊടുങ്കാറ്റ്, പുറകോട്ട് പോയാട്ടെ. പല നാഴിക ദൂരത്തായി. ഉടനെ അമരത്തിരുന്നുകൊണ്ട് കർത്താവ് പറയും, ബാബു പുറകോട്ടുള്ള അത്രയും ദൂരേ ഉള്ളു, മുമ്പോട്ട്. സെയിം ഡിസ്റ്റൻസ്. പുറകോട്ട് പോയാലും കാറ്റടിച്ചുകൊണ്ടിരിക്കും, മുമ്പോട്ട് പോയാലും കാറ്റ് അടിച്ചുകൊണ്ടിരിക്കും. പുറകോട്ട് പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നീ മുമ്പോട്ട് പോയാൽ ഞാനിങ്ങനെ കൈ ഉയർത്തും. യേശുവുക്കായി நான் ஓடுகிறேன். come on, ஓ இயேசுவுக்காய் நான் ஓடுகிறேன். மணவாளன் இயேசு ராஜாவே நான் காணவே வாஞ்சிக்கிறேன். என் மணவாளன் இயேசு ராஜா நான் காணவே வாஞ்சிக்கிறேன். என் ஆசையெல்லாம் என் இயேசுதானே, என் ஆசையெல்லாம் என் இயேசுதானே. அவர் பொன்முகம்தான் நான் பார்க்கணுமே, அவர் பொன்முகம்தான் நான் பார்க்கணுமே. என் மணவாளன் இயேசு ராஜாவே நான் காணவே என் மணவாளன் இயேசு. என் ஆசையெல்லாம் என் இயேசுதானே, என் ஆசையெல்லாம் என் இயேசுதானே. அவர் பொன்முகம்தான் நான் பார்க்கணுமே, அவர் பொன்முகம்தான் நான் பார்க்கணும். ஓ ஹல்லேலூயா, 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 ஹல்லேலூயா. ലാഭமான அனைத்தையுமே நான் നഷ്ടമെന്ന്. ഇനി എപ്പോഴാ നിങ്ങളൊന്ന് ചലിക്കുന്നത്? ലാഭமான ഇത് രാജാവിൻ്റെ വേലയാണ്. ഇത് യജമാനൻ്റെ വേലയായി. അഭിമാനത്തോടെ പാടണം. യാചക വേഷം കെട്ടരുത്. കഴുതയാകരുത്, കുതിരയാകണമെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. ആസ് ഓർ ഹോഴ്സ്. ആസ് ASS. എന്താ മിണ്ടാത്തെ? കഴുതയാകണോ കുതിരയാകണോ എന്ന് നമ്മൾ വേണം തീരുമാനം. കഴുത താഴോട്ട്, കുതിര മേലോട്ട്. ഇതിൻ്റെ ജന്മമേ പടക്കുതിരയായിട്ടാണ്. കാര്യം എന്താ? യുദ്ധത്തിന് വേണ്ടിയായത്. എൻ മണവാളൻ அவர் பொன்முகம்தான் நான் பார்க்கணுமே, அவர் பொன்முகம்தான் நான் பார்க்கணுமே. என் மணவாளன் இயேசு ராஜாவே நான் காணவே. ஓ என் மணவாளன் நான் காணவே வாஞ்சிக்கிறேன். என்
ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ஓடுகிறேன் நான் ஓடுகிறேன் ஓடுகிறேன் என் இயேசுவுக்காய் நான் ஓடுகிறேன் என் இயேசுவுக்காய் நான் ஓடுகிறேன் என் மணவாளன் இயேசு ராஜா நான் காணவே வாஞ்சிக்கிறேன் ஓ என் மணவாளன் என் ஆசையெல்லாம் என் இயேசுதானே என் ஆசையெல்லாம் என் இயேசுதானே அவர் பொன்முகம் தான் நான் பார்க்கணுமே என் ஆசையெல்லாம் லலலாலலாலா லலலலலாலா லலலாலலாலா லலலலலாலா லலலாலலாலா பாடு லலலலாலா லலலாலலாலா லலலாலலாலா பாடு மக்களே லலலாலா லலலலலாலா லலலாலலாலா லலலாலலாலா லலலலலாலா 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 ஓடுகிறேன் என் இயேசுவுக்காய் நான் ஓடுகிறேன் என்னே லலலலலாலா சமஹம் தராஜா பஹராஜனாசி ரபஹாசியானா தவஹம் சராஜா தலராஜனாசி தலபம் சமானே சகஹாசியானா தலராஜனானா தலராஜராஜா தவஹம் சராஜே தவஹாசியானா தலபஹபதானி தரஜான சாரே தலராஜராரே அப்பா യേശുവേ ഫിനിഷ് ചെയ്താൽ മതി ഞങ്ങൾക്ക് ഫിനിഷ് ചെയ്താൽ മതി നല്ലൊരു ഫിനിഷിംഗ് ദരബം ദരാജ ലാഭமான அனைத்தையுமே நான் நஷ்டம் என்று கருதுகிறேன் லாபமான அனைத்தையும் நான் நஷ்டம் என்று கருதுகிறேன் ராஜாவின் இந்த சேவைக்காக ചിരിച്ചുകൊണ്ട് ഞാൻ ഓടിടുമേ ആ രാജാവിൻ இந்த சேவைக்காக ചിരിച്ചുകൊണ്ട് ഞാൻ ഓടിടുമേ ആ രാജാവിൻ இந்த வேலைக்காக மகிழ்ச்சியுடன் நான் ஓடுகிறேன் ராஜாவின் இந்த சேவைக்காக ஓ மகிழ்ச்சியுடன் ரேஞ்சில் ஓடுகிறேன் ആ രാജാവിൻ இந்த சேவைக்காக மகிழ்ச்சியுடன் ரபாசிக்க ஓடுகிறேன் என் இயேசுவுக்காய் நான் ஓடுகிறேன் என் இயேசுவுக்காய் நான் ஓடுகிறேன் ஓ ஹல்லேலூயா അഭിഷേകം ചലിക്കട്ടെ. ആയിരങ്ങളെ സന്തോഷിപ്പിക്കാൻ നീ ഒത്തിരി കരഞ്ഞേ പറ്റൂ. ആയിരങ്ങളെ ആനന്ദിപ്പിക്കാൻ നീ ഒത്തിരി ഭാരപ്പെട്ടേ പറ്റൂ. ആയിരങ്ങളുടെ ഭാരം അഴിക്കാൻ നീ ഒത്തിരി കരഞ്ഞേ പറ്റൂ. ഇന്ന് രാവിലെ ദൈവം നിന്നെ കരയുക. 10,000 വിടുവിക്കാൻ കരയുന്ന സഹോദര, ഒരു ഫിനിഷിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരി, ഓടുകേ എൻ യേശുവിന്റെ
ഒറ്റ ദൂതൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. യോഗം നിൽക്കാതെ പോട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുക. ചേർന്ന് പറ ആമേൻ. അതുകൊണ്ട് ഞാൻ പാസ്റ്റർ പറഞ്ഞു, നമ്മൾ തുടങ്ങിയാൽ പിന്നെ ക്യാമ്പ് നിൽക്കുകയായിരുന്നു പറഞ്ഞതിൻ്റെ കാര്യം ഇതങ്ങനെ നിർത്താൻ തോന്നുന്നു. ഗ്യാപ്പില്ലെന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം ഇതാ. ചേർന്ന് പറഞ്ഞ ആമേൻ. എല്ലാവരും എന്നെ നോക്കുക പ്ലീസ്. എൻ യേശുവുക്കായി ഞാൻ ഓടുകിറേൻ. നിങ്ങൾ ഓടുമ്പോൾ പാസ്റ്റർ ഷിബു, പാസ്റ്റർ ബിനോയ്, പാസ്റ്റർ ബാബു, ഐ എം സോറി പേരെങ്ങനെ, പാസ്റ്റർ അനീഷ് ഓടുമ്പോൾ, പാസ്റ്റർ സാം ഓടുമ്പോൾ, പാസ്റ്റർ പേരെങ്ങനെ പ്രമോദ് ഓടുമ്പോൾ, നമ്മുടെ എല്ലാം ആഗ്രഹമാണ് ഗാലറി എന്ത് ചെയ്യണം പറയുന്നേ. അപ്പ് 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 ചെയ്തേ പ്ലീസ്. അപ്പ് അപ്പ് ചെയ്യണം. നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ആഗ്രഹമാണ്. ബിനോയ് എന്ത് ചെയ്യുന്നു? എനിക്ക് വേണ്ട, വിട്ടുകള, വെള്ളം തൂരക്കള, വെള്ളമേ വേണ്ട. ആരും ചേർന്ന് വെള്ളം കുടിപ്പിക്കുന്നവരല്ല. ചേർന്ന് പറ ആമേ. ഞാൻ ഇത്ര നേരമായിട്ട് വെള്ളം ചോദിച്ചില്ലല്ലോ. ചോദിക്കാതെ തന്നതിനായി സ്തോത്രം. അതൊരു അഭിഷേകമാണ്. ചിലയിടത്ത് എന്നാൽ അതുപോലും കിട്ടാറില്ല. ഹല്ലേലൂയ, ആമേൻ പ്രകൃതാൻ. പ്രൈസ് ഗോഡ്. കേരളത്തിൽ പത്മോസ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ട്. സോളമൻ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമല്ലോ, കാട്ടാക്കടയാണ്. ഇങ്ങനെ ഭക്ഷണം തരാത്തൊരു പാസ്റ്റർ. 8-10 മണിക്കൂർ ഒറ്റ സെഷനാണ്. ചോറ് തരില്ല. ഞാനവിടെ ലീഡറെ വിളിച്ച് പറഞ്ഞു, അമേരിക്കയിലെ ഈ പുള്ളിയോട് പറയണമെന്ന് പറഞ്ഞു സാമ്പാസ്ക്ക് ചോറ് കൊടുക്കാൻ. ഈ പുള്ളി പറയുന്ന സാന്നിധ്യം ഇറങ്ങിയ പിന്നെ എന്നെ ചോറാണ്. ദൈവരാജ്യം ഭക്ഷണമല്ല, ദൈവരാജ്യം പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ. ഓടുമ്പോൾ ഗാലറി എന്ത് ചെയ്യണം? കമോൺ. പക്ഷേ ചിലപ്പോൾ പാസ്റ്റർ ഷിബു, പാസ്റ്റർ ബിനോയ്, പാസ്റ്റർ ബാബു, പാസ്റ്റർ സാം ഓടുമ്പോൾ ഗാലറി കൈയടിക്കില്ല, നിർബന്ധമില്ല. ചിലരോടുമ്പോൾ ഗാലറി എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യും? ചിലരോടുമ്പോൾ അടിക്കില്ല. ഈ സമയത്ത് ഓട്ടക്കാരൻ എന്ത് ചെയ്യണം? ആ ഗാലറി ഇട്ട് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കണം. 2 കൈ കൂട്ടി തല്ലുന്നത് കാണാം. 2 കൈ കൂട്ടി ഇങ്ങനെ തല്ലുന്നത് കാണാം. ആ കയ്യിൽ ആണിപ്പെടുത്ത് കാണും. അവൻ പറയും, ഷിബു മോനെ ഓടിക്കോ, സമേ മോനെ ഓടിക്കോ. ആരും അപ്പപ്പയില്ല, ഞാൻ അപ്പപ്പെയ്യാനുണ്ട്. നീ തിരിച്ചു പറയണം, യെസ് ലോർഡ്, അത് മതി. 1000കണക്കിന് ഗാലറി അപ്പപ്പെയ്യുന്നതിനേക്കാളും നല്ലത് ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും ഒറ്റ ഒരുത്തൻ ബിരുദ പ്രാപിക്കാൻ വേണ്ടി കൂട്ടിത്തല്ലുക ഒരുത്തൻ. സത്യം പറയാം, ഗാലറി അപ്പപ്പ് ചെയ്തത് കൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഒരൊറ്റ ഗാലറി അപ്പപ്പ് ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഗാലറി ആരും കാണാത്ത കൊണ്ടല്ല, അപ്പപ്പ് ചെയ്താലും അവൻ കയറിപ്പോകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷെ ഇതിനിടയിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒറ്റ ഒരാളിരുന്ന് അപ്പപ്പ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണോ ഇവിടം വരെ വന്നത്? ആ ഒറ്റയാൾ കൈ തട്ടിക്കൊണ്ടല്ലേ ഇവിടം വരെ വന്നത്. അവൻ്റെ പേരെത്ര? യേശു. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാ, നിന്റെ ഒരു സ്റ്റെപ്പ് മുമ്പേ ഞാൻ ഈ ക്രൂശുമായുണ്ട്. ഒറ്റ സ്റ്റെപ്പ് മുമ്പേ ഞാനുണ്ട്. ഞാൻ പോയ പാതയിൽ നീ എൻ്റെ കൂടെയുണ്ട്. ഒപ്പത്തിനൊപ്പം. ഇന്ന് എത്ര പേർ തീരുമാനിക്കും? യെസ് ലോർഡ്. ബന്ധക്കാരെന്ത് പറഞ്ഞാലും, സ്വന്തക്കാരെന്നാ പറഞ്ഞാലും, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് തീർത്ത് ഡിക്ലെയർ ചെയ്യാൻ ഒരു കരുത്തകത്ത് കയറിയവർ എത്ര പേരുണ്ട്?